ജീസസ് ഫാമിലിയുടെ ഇന്നത്തെ ആരാധനയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്താണ് ജീസസ് ഫാമിലി? യേശുവിൻ്റെ കുടുംബം. യേശുവിൻ്റെ കുടുംബത്തിൽ ആർക്ക് വരാം? ക്രിസ്ത്യാനികൾക്ക് വരാം, അക്രൈസ്തവർക്ക് വരാം, നിരീശ്വരവാദികൾക്ക് വരാം, ക്രിസ്തു വിരോധികൾക്ക് വരാം, ആർക്കും വരാം. അതുകൊണ്ട് സകലർക്കും സ്വാഗതം പറയുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ, നിങ്ങൾ ആരായിരുന്നാലും, ഏത് സഭക്കാരായിരുന്നാലും, സ്ത്രീ പുരുഷൻ പൈതൽ ആരായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകുവാൻ, ചിലത് കാര്യങ്ങൾ പഠിക്കുവാൻ, അറിയാവുന്ന കാര്യങ്ങൾ അടുക്കിനും ചിട്ടയ്ക്കും പഠിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ഉദ്ധരണി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞത് വാച്ച്മാൻ നീ. ആരാണ്? നിങ്ങളൊന്നും അല്ലെങ്കിൽ വെബ് പേജിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കണം. അസാധാരണമായ ഒരു മനുഷ്യൻ. എവിടെ പോയാലും യേശുവിനെ പറ്റി ബ്രദറുകാരനായിരുന്നു, ബ്രദറിന് വിശ്വാസമായിരുന്നു. അസാധാരണമായ ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. വളരെ ചലഞ്ചിങ് ആണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മിഷണറി ആകാനോ പ്രസംഗകനാകാനോ എന്നെ സമർപ്പിക്കുന്നില്ല. എന്നാൽ അവൻ എന്നെ ആക്കുന്ന സ്ഥാനത്ത് സ്കൂളിലോ ഓഫീസിലോ ആകാം, അടുക്കളയിലാകാം, എവിടെയായിരുന്നാലും അവനാക്കുന്ന ഇടത്തേക്ക് അവൻ്റെ ജ്ഞാനത്തോടെ എന്നെ അയക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ വായിക്കണം. I do not consecrate myself to be a missionary or a preacher. I consecrate myself to God to do His will where I am, be it in the school, office or kitchen or wherever He may. In His wisdom send me. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ. സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ സമയത്തിൻ്റെ ആവശ്യം മതിൽ പണിയുക. വിഷയം ഇതാണ്. ഇന്നത്തെ സമയത്തിൻ്റെ ആവശ്യം, ദ നീഡ് ഓഫ് ദ അവർ. ഈ സമയത്തിൻ്റെ ആവശ്യം നിങ്ങളെപ്പറ്റി, എന്നെപ്പറ്റി എന്താണ് അതിൻ്റെ ആവശ്യം? മതിൽ പണിയുക. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് മതിൽ പണിയുക എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേദപുസ്തകം അറിയാവുന്നവർക്ക് മനസ്സിലാകും നെഹമ്യാവിൻ്റെ കഥയാണെന്ന്, അല്ലേ? നെഹമ്യാവിൻ്റെ കഥയിൽ നിന്നും 14 സന്ദേശം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വേറെ കുറേ ഉണ്ട്, എങ്കിലും 14 സന്ദേശം. ആരാണ് നെഹമ്യാവ്? ശൂഷൻ രാജ്യത്തിൽ രാജകൊട്ടാരത്തിലെ ഹോം മിനിസ്റ്ററാണ്. രാജാവിൻ്റെ വിശ്വസ്തൻ. ഹോം മിനിസ്റ്റർ എന്ന ദേശത്ത് മുഴുവനല്ല, അദ്ദേഹത്തിൻ്റെ പാലസിൽ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ആളാണ്. വലിയ ആളാണ്. അടിമയാണ്, എങ്കിലും അന്യരാജ്യത്ത് ജനിച്ചവനാണ്. അടിമയുടെ വീട്ടിൽ ജനിച്ചവനാണ്. അടിമയായിട്ട് വളർന്നു വന്നവനാണ്. എങ്കിലും അവൻ്റെ ചിന്താഗതി സുപ്പീരിയറായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളാരോ ആയിക്കോട്ടെ, ചെറ്റപ്പരയിൽ പിറന്നതാകാം, കൂലിപ്പണിക്കാരൻ്റെ മകനായിരിക്കാം, ഒരു ടാപ്പിങ്ങുകാരൻ്റെ മകളായിരിക്കാം. നിങ്ങൾ ആരായിരുന്നാലും വലിയൊരു ചിന്താഗതി ഉള്ള ആളായിരിക്കണം. നിങ്ങളുടെ മക്കൾക്കും ആ ചിന്താഗതി കൊടുക്കണം, അല്ലയോ? മക്കളെ, ഞാൻ ഒരു പശുവിനെ അറക്കുന്ന മനുഷ്യനില്ലയോ അറവുശാല, അതുകൊണ്ട് നമുക്ക് അല്ല, നീ ആരായിരുന്നാലും നിങ്ങളുടെ മക്കൾക്ക് വലിയ ലക്ഷ്യമുള്ള വ്യക്തിയായിട്ട് വളർത്തിയിടണം. വലിയൊരു ലക്ഷ്യമുള്ള വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ഇദ്ദേഹം ആരാണ്? അദ്ദേഹം പാനപാത്രവാഹകനാണ്. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം, അത് 11-ൻ്റെ അവസാനം. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ആരാണ് പാനപാത്രവാഹകൻ? ചിലരൊക്കെ ആയിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളാണെന്ന്, അല്ലെങ്കിൽ വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന. അല്ലല്ല, അദ്ദേഹം വളരെയേറെ ചുമതലയുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ ജോലിയാണ് മുന്തിരിങ്ങ എടുക്കുക, അയാളുടെ ജോലിയാണ് ഗോതമ്പ് എടുക്കുക, അയാളുടെ ജോലിയാണ് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട സകലതും, പ്രത്യേകിച്ച് മുന്തിരിങ്ങ. കാരണം അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളുണ്ടായിരിക്കാം, ആരെങ്കിലുമൊക്കെ അതിനകത്ത് വിഷം ചേർക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഫസ്റ്റ് ക്വാളിറ്റി തിരഞ്ഞെടുക്കണം. നീ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളെന്തെങ്കിലും ചെയ്താൽ അത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. എൻ്റെ ആദ്യം മുതലുള്ള തീരുമാനമാണ്. ഞാനൊരു പുസ്തകം എഴുതിയാൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. ഞാൻ അത് പ്രിൻ്റ് ചെയ്താൽ നല്ല കവറായിരിക്കും. ആദ്യത്തെ മൾട്ടി കളർ കവറുള്ള മലയാളം പുസ്തകം എൻ്റെ പുസ്തകമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രദർ ജെ.സി. ദേവ് മാസികയിൽ എഴുതിയപ്പോഴാണ് ഞാനും അറിയുന്നത്. ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ. അതായിരുന്നു ആദ്യത്തെ മൾട്ടി കളർ മാസിക. ആരുടെ ആയിരുന്നു? ക്രിസ്തീയ മാസിക ഞങ്ങളുടെ ആയിരുന്നു. സമാധാനം. എവിടുന്ന് കിട്ടിയതാണ്? ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുക. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ബെസ്റ്റായിരിക്കണം. അപ്പോൾ ഈ നെഹമ്യാവിൻ്റെ ജോലിയാണ് മുന്തിരി ക്വാളിറ്റി, നല്ല ബെസ്റ്റ്. വേണ്ട, അത് വേണ്ട, അങ്ങോട്ട് മാറ്റിയിട്ടാ, അതിങ്ങോട്ട് മാറ്റിയിട്ടാട്ടെ, ബെസ്റ്റ് ക്വാളിറ്റി. എന്നിട്ട് അത് മുന്തിരി ചാറാക്കണം. 3 വിധത്തിലുള്ള ചാറുണ്ട്. 1 ഫസ്റ്റ് ക്വാളിറ്റി, 2 സെക്കൻഡ് ക്വാളിറ്റി, 3 തേർഡ് ക്വാളിറ്റി. അത് മൃഗങ്ങൾക്ക് കൊടുക്കാനും കൂലിപ്പണിക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. രാജാവിന് ഏതാണ്? ഫസ്റ്റ് ക്വാളിറ്റി, ആദ്യം പ്രസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പ്രസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ആഞ്ഞ് പ്രസ് ചെയ്യുന്നതാണ് 2-ാം ക്വാളിറ്റി.
മൂന്നാമത്തേതാണ് അരച്ചെടുക്കുന്നത്. അന്നേരം അതിന് കിട്ടുന്ന ചാറാണ്. നമ്മുടെ എപ്പോഴും നല്ലതായിരിക്കട്ടെ കേട്ടോ, നല്ലതായിരിക്കട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം ടെസ്റ്റ് ചെയ്യും, മുന്തിരിച്ചാറ് ടെസ്റ്റ് ചെയ്യും, വീണ്ടും ടെസ്റ്റ് ചെയ്യും, വീണ്ടും ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് രാജാവ് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതോ, ഒരു പുസ്തകം എഴുതുന്നതാണേലും ശരി, ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതാണേലും ശരി, എന്ത് ചെയ്തിരുന്നാലും ഏറ്റവും ബെസ്റ്റായിരിക്കണം, അല്ലേ? അദ്ദേഹത്തിന് ഒരിക്കലും അലസനായിട്ടിരിക്കാനൊക്കത്തില്ല. ഇന്ന് ഞാൻ പതുക്കെ ഇല്ല പതുക്കെ. രാജാവ് ഉണരുന്നതിന് മുമ്പേ അവിടെ ചെല്ലണം. രാജാവ് ഉറങ്ങിയതിന് ശേഷമേ പോരാനൊക്കത്തുള്ളൂ. കാരണം ഇച്ചിരി വീതി വേണമെന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് വിശക്കെന്നൂടെ പറഞ്ഞാൽ വേണ്ടി ചപ്പാത്തിയോടെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കഠിനാധ്വാനി ആയിരിക്കണം. ബെസ്റ്റ്, നമ്പർ 1 നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം പറയാണ്, അദ്ദേഹത്തിന് സുഖമുള്ള ജീവിതമാണ്. ഇരിക്കാനൊക്കും സുഖമായിട്ട്. ഒരു മുറി കാണും, ആ മുറിക്കകത്തൊരു മേശ കാണും, അതിനകത്തൊരു കസേര കാണും, സുഖകരമായിട്ടുള്ള ജോലിയാണ്. പക്ഷേ 14 കാര്യങ്ങൾ പറയാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ള 14 കാര്യങ്ങൾ. 1, രണ്ടാമത്തെ വാക്യം വായിക്കുകയാണ്, 1:2. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. ഹല്ലേലൂയ. അവർ വന്നു, സഹോദരന്മാർ അവിടുന്ന് വന്നു. നാമും സന്ദേശവാഹകരായിട്ട് പോകണം. ഏതൊരു സന്ദേശം? യേശുവിനെ പറ്റി പറയുവാൻ. ചിലപ്പോൾ ഒരാൾ രോഗിയായിരിക്കാം, അയാൾ ക്രിസ്തു വിരോധി ആയിക്കൊള്ളട്ടെ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന് ചോദിച്ചാൽ അന്നേരം എല്ലാവരും പ്രാർത്ഥിപ്പിക്കും, അല്ലേ? വെൻറ്റിലേറ്ററിൽ കിടക്കുക, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുന്ന വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളും എന്തു ചെയ്യണം? അവർ ഈ സഹോദരന്മാർ എന്തിനാ നെഹമ്യാവിനെ കാണാൻ വന്നത്? അതുകൊണ്ട് ആവശ്യം ഉണ്ടായിട്ട് വന്നതാണോ? അതെ, ഈ വിവരം പറയാനായിട്ട് വന്നതാണ്. നമ്മളും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിവുള്ളവരുടെയൊക്കെ പറയണം. വിചാരിച്ചോ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വേണം, ആരുടെയൊക്കെ ചോദിക്കും? 1 ലക്ഷം ഉള്ളവരുടെയൊക്കെ ചോദിക്കും. ഉള്ളവരുടെയൊക്കെ ചോദിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ചോദിക്കണം. നമ്മളും ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിവുള്ളവരുടെയൊക്കെ ചോദിക്കണം. പണത്തിൻ്റെ കാര്യമായിരിക്കാം, ഒന്ന് കൂടെ വരുന്ന കാര്യമായിരിക്കാം, ഒരു വണ്ടിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോളേജിലെ അഡ്മിഷന് വേണ്ടി ആയിരിക്കാം. ചോദിക്കണം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, നെഹമ്യ ഒരു വലിയ കസേരയിലിരുന്നത് പോലെ നമ്മുടെ മക്കളെയും എത്തിക്കാൻ നോക്കണം, നമ്മുടെ സഭയിലുള്ളവരെ എത്തിക്കാൻ നോക്കണം, അല്ലേ? നമുക്ക് ലിമിറ്റഡായിട്ട് മാത്രം ഇരുന്നാൽ പോലെ നമ്മുടെ ഇതിനകത്തുനിന്ന് കളക്ടർമാരുണ്ടാവട്ടെ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഓരോ സഭയിലും ഒരു 2-3 കളക്ടർമാരുണ്ടെങ്കിൽ, 2-3 ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ടെങ്കിൽ, നമ്മുടെ സഭയിൽ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടെങ്കിൽ, നമ്മുടെ സഭയ്ക്ക് അതൊരു 3-4 MLA ഉന്നത സ്ഥാനത്തെത്തുവാൻ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? രാഷ്ട്രീയം വേണ്ട എന്ന് പറയാം. രാഷ്ട്രീയം വേണ്ട എങ്കിൽ നമ്മൾ ഇല്ല പറയരുത് കേട്ടോ. എല്ലായിടത്തും ഉണ്ടായിരിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളൊക്കെ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. ഞാൻ കൊറിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സെമിനാറിന് പോയതാണ്, പോൾ യോങ്ങിശോയുടെ. അദ്ദേഹത്തിനോട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഭയിൽ 50 പ്രെയർ ഗ്രൂപ്പുകളുണ്ട്. സഭയുടെ പ്രെയർ ഗ്രൂപ്പ് സഭയ്ക്കകത്ത്. ഒന്ന് ഫിലിം ആക്ടേഴ്സിൻ്റെയാണ്, ഡോക്ടർമാരുടെ, നേഴ്സുമാരുടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ, അധ്യാപകരുടെ, ഓരോരുത്തരുടെയും കഴിയുമ്പോൾ 50 എണ്ണം. ഒന്ന് സിനിമ ആക്ടർമാരുടെ. പെട്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നു. എനിക്കറിയാമായിരുന്നു ചില വിശ്വാസികളായിട്ടുള്ള ബൂം എന്ന് പേരുള്ള ഒരാൾ, BOOM ബൂം എന്ന് പേരുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, എ ജേർണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. അത് നല്ല വിശ്വാസിയായിരുന്നു, നല്ല പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ ദേശത്തും സിനിമ ആക്ടേഴ്സിൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകാനൊക്കത്തില്ല, അല്ല? രക്ഷിക്കപ്പെട്ടവരുടെ, എനിക്കറിയാൻ രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്തുകാരായിട്ടുള്ള സിനിമ ആക്ടേഴ്സ് ഡയറക്ടർമാരുടെയൊക്കെ എനിക്കറിയാം, ഡയറക്ടർമാരുടെയെങ്കിലും അറിയാം, ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ മക്കളെ ഉയർന്ന കസേരകളിലെത്തുവാൻ ശ്രമിക്കണം. ബിസിനസ്സിനകത്താണേലും സയൻറ്റിസ്റ്റുമാരായിട്ടാണേലും ശരി, രാഷ്ട്രീയത്തിനകത്താണേലും ശരി, നമ്മുടെ മക്കൾ, നമ്മുടെ സഭയിലുള്ളവർ ഉയർന്ന കസേരകൾ വരട്ടെ. 1, അവിടെയൊക്കെ പോകാനും പഠിക്കണം. 2, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെയൊക്കെ ചോദിച്ചു കൊടുത്ത് വിശേഷം എന്തെങ്കിലും ഉണ്ടോ? നെഹമ്യാവ് ചോദിച്ചു. അവിടുത്തെ മതിലുകൾ ഉണ്ടായിരുന്നല്ലോ, അത് വല്ലവരും ഉണ്ടായിരുന്നോ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കണം. ചോദിക്കാൻ പോവാണ്. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്? ഞാൻ കട്ടറായി ചെന്ന് കഴിഞ്ഞ ഉടനെ അനേക ദേവദാസന്മാർക്ക് ചോദിച്ചാൽ മതി, നിങ്ങൾ വേല ചെയ്യുന്ന സ്ഥലത്ത് എത്ര പോപ്പുലേഷനുണ്ട്? അറിഞ്ഞുകൂടാ. ചെങ്ങന്നൂർ എത്ര പോപ്പുലേഷനുണ്ട്? തിരുവല്ലയിൽ എത്ര പോപ്പുലേഷനുണ്ട്? കോട്ടയത്ത് എത്ര പോപ്പുലേഷൻ? ഞാൻ കട്ടറായി ചെന്ന് കഴിഞ്ഞ ഉടനെ അന്വേഷിച്ചു, കട്ടറായുടെ ഉയരം എത്രയാണ്? 2200 ഫീറ്റാണെന്ന് തോന്നുന്നു.
പഴയ കാര്യം പഠിക്കണം അല്ലേ? അതിനകത്തെ പോപ്പുലേഷൻ എത്രയുണ്ട് അറിഞ്ഞു. ഹല്ലേലൂയ. എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? ഞാൻ ചെന്ന് കഴിഞ്ഞ തഹസീൽദാർ ഓഫീസിൽ പോയി. ഇന്നത്തെ നമുക്കെല്ലാം ഫോണിനകത്തുണ്ടെന്ന്, എല്ലാം നെറ്റിനകത്ത് കിടപ്പുണ്ട്. അന്ന് ഞാൻ തഹസീൽ ഓഫീസിൽ പോയി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അറിയുന്നത്? കാരണം ഞാനൊരു പാകിസ്ഥാൻകാരനാണെന്നും ചിലർക്കൊരു സംശയമുണ്ട്. ഈ റോഡിൽ ചെന്ന് എന്തിനാണ് നിൽക്കുന്നത്, പുസ്തകം വയ്ക്കുന്നത്? പട്ടാളത്തിൽ ഹവിൽദാറായിരുന്ന മനുഷ്യൻ, എന്തിനാണ് ക്ലർക്കായിരുന്ന മനുഷ്യൻ, എന്തിനാണ് ഇവിടെ വന്നിട്ട് പുസ്തകം വയ്ക്കാൻ നടക്കുന്നത്? ബസ്സിന് ചുറ്റും നടക്കുവാണ്. 25 പൈസയ്ക്ക് ഇതാ 5 പുസ്തകം തരാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ച് ഞാൻ ഏതാണ്ട് ചാരപ്രവൃത്തി ചെയ്യുകയാണ്. നിനക്ക് എന്തിനാണ് അറിയുന്നത്? പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. എങ്കിലല്ല എനിക്ക് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. വിശേഷപ്പെട്ടിട്ട് എത്ര ഹിന്ദുക്കളുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്, എത്ര മുസ്ലിങ്ങളുണ്ട്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കും. ഇവിടുത്തെ പ്രശ്നം എന്തൊക്കെയാണ് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കും. എത്ര കള്ള് ഷാപ്പുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കും. എത്ര ബാറുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കും. നമ്മൾ പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ, പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ, ഹല്ലേലൂയ, അതിന് പദ്ധതികൾ ഉണ്ടാക്കാൻ. അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിചാരിച്ചു ഒരു ഉദാഹരണം, ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ചെങ്ങന്നൂരാണല്ലോ. പ്ലാൻ ചെയ്ത് വന്നതല്ല, അങ്ങനെ വന്നുകൊണ്ടങ്ങ് പറഞ്ഞാണ്. ആ ചെങ്ങന്നൂർ എത്ര ബാറുണ്ട്, എത്ര കള്ള് ഷാപ്പുണ്ട്, എത്ര, അതുപോലെ തന്നെ കഞ്ചാവ് വിൽക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ വിളിക്കുക. സ്കൂളിൻ്റെ വാതിക്കലാണല്ലോ അല്ലേ? പെൺപിള്ളേർ വരെ ആ സ്കൂളിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺപിള്ളേർ, ഇപ്പോൾ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്ന പെൺപിള്ളേർ പോയിട്ട് കഞ്ചാവ് വാങ്ങിക്കുന്നത്. അപ്പം അവിടെ എല്ലാം നടന്ന് പ്രാർത്ഥിക്കാൻ നോക്കും. പ്രെയർ വാക്ക്. അപ്പം നിങ്ങൾക്കൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്ഥലത്തെപ്പറ്റി, നിങ്ങളുടെ വീടിനെപ്പറ്റി, നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി ഒരു ജ്ഞാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 3, ഈ വന്നവർക്ക് വിവരം അറിയാമായിരുന്നു. അവർക്ക് അറിഞ്ഞിരിക്കണം. വെറുതെ നമുക്ക് നെഹമ്യാവിൻ്റെ ഒക്കെ പറയും ഇവിടുത്തെ കാര്യം വലിയ കഷ്ടമാണെന്ന്, അല്ലേ? അവർക്കെല്ലാ ഡീറ്റെയിൽസും അറിയാമായിരുന്നു. എല്ലാ ഡീറ്റെയിൽസും അറിയാമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സ്ഥലത്തെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ള പൈശാചിക ശക്തികളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഡീറ്റെയിൽസ് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. പറയാൻ തക്കണം അവർക്കറിയാമായിരുന്നു, അല്ലേ? ചിലരൊക്കെ ഞാൻ ചോദിക്കും, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു പഞ്ചാബെന്ന് പറയാം, പഞ്ചാബിലെ ആളല്ല കേട്ടോ. പഞ്ചാബിലെ ഞാൻ ലീഡറിലൊക്കെ ചോദിക്കാം, നമുക്കവിടെ എത്ര സുവിശേഷ വേലക്കാരുണ്ട്? 48. ഞാൻ പറയാം അല്ല, 96. 48 പുരുഷന്മാരും 48 സ്ത്രീകളും. എത്ര ചർച്ച് ബിൽഡിംഗ് ഉണ്ട് നമുക്ക്? എത്ര കംപ്ലീറ്റ് വിവരം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ദൈവവേലക്കാരോടാണ് ഈ ക്ലാസ്. അല്ല, നിങ്ങൾ സഭയിലെ വിശ്വാസിയാണെങ്കിലും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്, എത്ര ആളുകളുണ്ട്. കമ്മ്യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയും. ഹോളി കമ്മ്യൂണിയൻ എടുക്കത്തക്കോണം. വേറൊരു സഭയിൽ നിന്ന് വന്നാലും കൊടുക്കും, എങ്കിലും അതല്ല വിഷയം. അപ്പം നിങ്ങൾക്ക് വിവരം അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ പറയുമ്പോൾ റെഡി ആയിരിക്കണം കേട്ടോ. ഞാൻ പട്ടാളത്തിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ എന്തെങ്കിലും ഞാൻ ഇരിക്കുന്ന സെക്ഷനകത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ ക്യാൻറ്റീൻ മാനേജറായിരിക്കുമ്പോൾ എത്ര ഐറ്റം ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്ര ആയിരുന്നു, ഞാൻ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷം അതിനകത്ത് ലിക്വറിന് എന്തുമാത്രം കിട്ടി, ലിക്വറിനാണ് കൂടുതൽ കിട്ടുന്നത്, ബാക്കിയുള്ളതിന് എത്രയായിരുന്നു, അറിഞ്ഞിരിക്കണം. വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദിക്കുമ്പോൾ പറയാൻ റെഡിയായിരിക്കണം. 4-ാമത്തെ കാര്യം, അല്ലേ? ഞാൻ മൂന്നാമത്തെ വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം. അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാമായിരുന്നു. കുറച്ചൊക്കെ പറയാം അതിലെ കഷ്ടമാണ് എന്ന് മാത്രമേ അല്ല കേട്ടോ. അല്ലെ, ശേഷിപ്പ് അപമാനിതരാണ്. അയ്യോ, ഞങ്ങൾക്ക് നേരെ കംപ്ലീറ്റ് വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട് ചോദിക്കുകയാണ്. എത്ര ക്രിസ്ത്യാനികളുണ്ട്? ഒന്നല്ലേ നമ്മുടെ സെൻസസൊക്കെ വരുമല്ലയോ? ഈ സെൻസസ് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഇതുവരെ സെൻസസ് ആരും എടുത്തില്ല, എല്ലാം കഴിഞ്ഞെന്ന് പറയുന്നത് കേട്ടു. എൻ്റെ കാര്യം ചോദിക്കാൻ വന്നില്ല. ഞാൻ എൻ്റെ ചോദ്യങ്ങളിലെ പറയാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചോദിച്ചപ്പോൾ പറഞ്ഞു. 4-ാമത്തെ കാര്യം, വർത്തമാനം കേട്ടു. അവർ വർത്തമാനം കേട്ടു. 4-ാമത്തെ വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറേ ദിവസം ദുഃഖിച്ചു ഉപവസിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞു എന്തെന്നാൽ, ഹല്ലേലൂയ, അവർ വർത്തമാനം കേട്ടു. ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർക്ക് അവരുടെ സഭയുടെ പ്രാർത്ഥനാ വിഷയം അറിയാം? മർത്തോമക്കാർ നിങ്ങളുടെ പറയുന്നുണ്ടോ? പറഞ്ഞെങ്കിലല്ലേ അറിയത്തുള്ളൂ. അറിയണം. പട്ടക്കാർ പറയണം നമ്മുടെ സഭയുടെ വിഷയം മൊത്തം. മൊത്തം സഭ, ലോക്കൽ സഭയുടെ മാത്രമല്ല. നമുക്ക് ഇത്ര ബിഷപ്പുമാരുണ്ട്, നമുക്ക് ഇത്ര പട്ടക്കാരുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഇനി നമ്മുടെ പ്രോജക്റ്റ് ഇന്നതാണ്. ഹല്ലേലൂയ. IPCയിലെ ആണെങ്കിലും ശരി, അസംബ്ലീസ് ഓഫ് ഗോഡിലെ ആണെങ്കിലും ശരി, നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് സഭയാണെങ്കിലും ശരി, വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ചിലർക്ക് ഞാൻ ചോദിക്കും, നിങ്ങളുടെ സഭയിൽ നിന്ന് എത്ര പേര് സുവിശേഷ വേലക്കാരായിട്ട് പോയിട്ടുണ്ട്? ഒരു അന്നമ്മ പോയി. പിന്നെ അവിടെ ജോയിക്കുട്ടി പോയിട്ടില്ലയോ?
അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എൻ്റെ സഭയിലുള്ളവരും കേൾക്കുന്നവർക്ക് ഞാൻ പറയുകയാണ്, അറിഞ്ഞിരിക്കണം. ഐ.ടിയിൽ എത്ര മിഷണറിമാരുണ്ട്, ഐ.ടിയിൽ എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ട്, ഐ.ടിയിൽ എത്ര പേര് കോർട്ട് കേസ് നടക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പാസ്റ്റർമാർ പറയണം, അറിഞ്ഞിരിക്കണം. സ്വന്തം സഭയിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വന്തം പള്ളിയിലെ അച്ഛൻ്റെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വന്തം സഭയിലെ പാസ്റ്ററുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ അവരവരുടെ സ്റ്റേറ്റിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. 5, അവരിരുന്നു പറഞ്ഞാൽ അവിടെ ഇരുന്ന നേരത്തെ കസേരയിരിക്കുന്ന മനുഷ്യനാണ്, താഴെ ഇരുന്നെന്ന. നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ ഹംബിളാവണം, നമ്മൾ എളിമപ്പെടണം. ചെരുപ്പ് ഊരിയിട്ടിട്ട് താഴെ ഇരിക്കും. അതൊക്കെ നല്ലതാണ്. ചിലർക്ക് താഴെ ഇരിക്കാനൊക്കെ തരും. എന്നെക്കൂടെ താഴെ ഇരിക്കാൻ പ്രയാസമാണ് അല്ലേ. കസേരയിലൊക്കെ വേണമെങ്കിൽ കുമ്പിട്ടിരിക്കാം. പക്ഷേ ഒക്കുന്നവർ താഴെ ഇരിക്കണം. എപ്പോഴും ഒന്നും ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒക്കുന്നവരിരുന്നാട്ടെ. ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ കൺവെൻഷൻ ഇല്ലുമ്പം കസേര എന്തായാലും കസേരയിൽ ഇരിക്കാതെ താഴെ ഇരുന്ന് ഒക്കത്തില്ല എന്നെ കൊണ്ട് അല്ലേ. അതിൻ്റെ നടത്തിപ്പോയാരോട് കാണിക്കുമെന്ന് എന്തായിരിക്കും. കാരണം അവരെല്ലാം കസേര ഇരിക്കുമ്പോൾ ഞാൻ മാത്രം താഴെ ഇരുന്നാൽ ശരിയാവത്തില്ല. എൻ്റെ ആഗ്രഹം അതാണ്. എവിടെയെങ്കിലും പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴും താഴെ ഇരിക്കത്തക്കോണം. അവൻ താഴെ തളർന്നിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ സഹിക്കാൻ വയ്യാതായി അവൻ തളർന്ന് താഴെ അങ്ങ് ഇരുന്നു പോയതാണ്. ഹല്ലേലൂയ. ദൈവവേലയുടെ ദയനീയാവസ്ഥ അവനെ ഇരുത്തി. അതവൻ സ്വന്തം ഭാരമായിട്ട് എണ്ണിയെടുത്തു. നമ്മുടെ സഭയുടെ ഭാരം, നമ്മുടെ സ്ഥലം സഭയുടെ ഭാരം, ക്രിസ്തീയ സമുദായത്തിൻ്റെ ഭാരം, നമ്മുടെ മക്കളുടെ ഭാരം, നമ്മുടെ ഭാര്യയുടെ ഭാരം, നമ്മുടെ ഭർത്താവിൻ്റെ ഭാരം സ്വന്തം ഭാരമായിട്ട് നമ്മൾ എണ്ണിയെടുക്കണം. സ്വന്തം ഭാരമായിട്ട്. 6-ാമത്തെ കാര്യം, 4-ാമത്തെ വാക്യം പറയുകയാണ് വീണ്ടും. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞെന്ന്. വെറുതെ പറഞ്ഞല്ല കേട്ടോ. ചിലർ കരയുന്നേ കണ്ടിട്ടുണ്ട്. നല്ലൊരു എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്നോട് കരഞ്ഞു. ഞാൻ അവരുടെ മുഖത്ത് നോക്കും കരയും. ചുമ്മാതാ, അഭിനയത്തിലല്ല ഇയാൾ കരഞ്ഞത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ അഭിനയിച്ച് കരയുന്നൊരു കരയല്ലേ അല്ലേ. കരച്ചിൽ വരുവാണെങ്കിൽ കരഞ്ഞാട്ടെ. ഞാൻ വേഗത്തിൽ കരയുന്ന മനുഷ്യനാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിലേ കരയത്തുള്ളൂ. ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള നന്മകളെപ്പറ്റി പറയുമ്പോഴേ ഞാൻ കരയത്തുള്ളൂ. ദൈവം ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴേ ഞാൻ കരയത്തുള്ളൂ, അല്ലാതെ കരയത്തില്ല. പക്ഷേ കരയുന്നതിന് എനിക്കത് ലജ്ജയില്ല. ഹല്ലേലൂയ. എൻ്റെ പറയും, ആണുങ്ങൾ കരയുമോ? യഥാർത്ഥ പുരുഷന്മാർ കരയും. റിയൽ മെൻ വിൽ ക്രൈ. ഞാൻ കരയുന്ന കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ സ്വന്തം ഭാരമായിട്ടെടുക്കണം. ഹല്ലേലൂയ. ആ അഭിനയമല്ല, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കരയണം. നമ്മുടെ പേരിന് വേണ്ടി കരയല്ല. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് അല്ല, ഭാരമായിട്ട് സ്വന്തം. ഹല്ലേലൂയ. ഞാനൊരിക്കൽ പറയട്ടെ, ഡോക്ടർ KP യോഹന്നാൻ ബിഷപ്പായി. ആ സമയത്ത് ഞാനും എൻ്റെ കൂടെയുള്ള ടീമും കേരളത്തിലെ മീറ്റിംഗ് നടത്തുകയാണ്. ഞങ്ങൾ കേരളത്തിൽ പോകുമ്പോൾ അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, നല്ലൊരു വണ്ടി. ആ വണ്ടിക്കകത്ത് പുസ്തകങ്ങളൊക്കെ കയറ്റി ഞങ്ങളുടെ അകപ്പെ മ്യൂസിക് RSയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കോഴിക്കോട് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, കോഴിക്കോട് അല്ലിപ്പുറത്ത് കണ്ണൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ പോകും. അപ്പോൾ കോട്ടയത്ത് ഞങ്ങൾക്കൊരു കഞ്ഞിക്കുഴിയിൽ ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്. അവിടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പലയിടത്തും ഓഫീസ് ചെല്ലുമ്പോൾ എവിടെയൊക്കെ ഉണ്ട്, എറണാകുളത്തുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പം പുസ്തകങ്ങൾ തീർന്നു പോയത് പിന്നെ ലോഡ് ചെയ്യും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കഞ്ഞിക്കുഴി ചെന്നപ്പോൾ അവർ പുസ്തകം ലോഡ് ചെയ്യാനിരിക്കുകയാണ്, സഹോദരന്മാരെല്ലാം കൂടെ. അപ്പോൾ എന്നെ കൊണ്ട് അവർ തൊടിയിക്കത്തില്ല. എനിക്ക് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിലും അവരുടെ സ്നേഹം, കരുതൽ, അവരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാപ്പി കുടിക്കാൻ പോവാണ്. നെസ്കഫെ എൻ്റെ ബലഹീനതയാണ് അന്നും ഇന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാപ്പി കുടിക്കാൻ പോവാണ്. പറഞ്ഞു, അങ്കിളെ ഞങ്ങൾ വണ്ടിയും കൊണ്ട്, ഞാൻ പറഞ്ഞു, ഞാൻ റോഡ് സൈഡിൽ നിന്ന് മാറത്തില്ല, റോഡ് സൈഡിൽ കാണും നിങ്ങൾ വണ്ടി കൊണ്ടുവന്നാട്ടെ. ഞാൻ അങ്ങോട്ട് നടന്നു പോവാം കോട്ടയം സിറ്റിയിലോട്ട്. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് 2 പേരവിടെ നിൽക്കുന്നു. എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു, PG വർഗീസല്ലയോ? ആന്നോ. എന്താ നടന്നു പോകുന്നേ? ഞാൻ പറഞ്ഞു, ഓടാൻ വയ്യാഞ്ഞിട്ട്. അതല്ല ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഇതുപോലെ ഒരു കാപ്പി കുടിക്കാൻ പോവാണ്. അവർ പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങളുടെ ഓഫീസ് ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരാനൊക്കത്തില്ല, ഇതുപോലെ വണ്ടി വരും, വണ്ടി അങ്ങോട്ട്. അവരെളുപ്പം അകത്തോട്ട് പോയിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തോണ്ട്, സോണി ടേപ്പ് റെക്കോർഡർ ഉള്ളതിനകത്ത് ഏറ്റവും ചെറുത്, അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വായെടുക്കലോട്ട് വെച്ച് പറഞ്ഞു, മിനിഞ്ഞാന്ന് KP യോഹന്നാൻ ബിഷപ്പായി, അതിനെപ്പറ്റി എന്തോ അഭിപ്രായം? ഞാൻ പറഞ്ഞു, KP യോഹന്നാൻ എൻ്റെ വേലക്കാരനല്ല, ഞാനതിനെപ്പറ്റി മറുപടി പറയും. പലരുടെയും വേലക്കാരെ ന്യായം വിധിക്കാൻ ഞാൻ ആരാന്ന് വേദപുസ്തകം പറയുന്നു. എൻ്റെ ജോലിയല്ല. ചോദിക്കണമെങ്കിൽ KP യോഹന്നാൻ, അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ ചോദിച്ചാട്ടെ.
എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ഞങ്ങളിങ്ങനെ പബ്ലിഷ് ചെയ്യും, PG വർക്ക് ചെയ്യണം, അവൻ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാറ് ധൈര്യത്തോടെ പറഞ്ഞാട്ട്. അതുകൊണ്ട് ടി വിക്കകത്ത് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാസ്തവത്തിൽ അതിനെപ്പറ്റി ഭാരമുണ്ടെങ്കിൽ, അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ, ഞാൻ ന്യായം വിധിക്കുകയല്ല, ഉണക്കൊരു കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കണം? കർത്താവെ ന്യായം വിധിക്കണമേ, കർത്താവെ അയക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കണമേ. അല്ല, നിങ്ങളുടെ ഭാരമായിട്ട് നിങ്ങളുടെ മകനാണ് അത് ചെയ്തെങ്കിൽ, നിങ്ങളുടെ മകളാണ് അത് ചെയ്തെങ്കിൽ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമോ അതുപോലെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അപ്പുറത്തെ ദൈവദാസൻ്റെ മോള് പിഴയായിപ്പോയി, മോൻ കഞ്ചാവ് അടിച്ചു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിൽ കെബിയോന് വേണ്ടി നിങ്ങൾക്ക് അതേപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ അവകാശമില്ല. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ 1 മണിക്കൂറിന് പ്രാർത്ഥിക്കും. വന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയണം. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രശ്നം നിൻ്റെ പ്രശ്നമായിട്ട് കാണണം, അവൻ്റെ മകളുടെ പ്രശ്നം നിൻ്റെ പ്രശ്നമായിട്ട് കാണണം. അവൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മകൻ കഞ്ചാവ് അടിച്ചു. ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ 8 വരെ ഫോൺ എടുക്കും. തളർന്നാണെങ്കിൽ, വളരെ തളർന്നാണെങ്കിൽ എടുക്കത്തില്ല, വളരെ തളർന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. ചിലപ്പോൾ ഞാൻ തളർന്നതാണെങ്കിലും എടുക്കും. എന്താ കാര്യം? മറ്റുള്ളവരുടെ ഭാരം കേൾക്കാൻ. എനിക്കറിഞ്ഞൂടെ വേറെ ഏതെങ്കിലും ലീഡർമാർ അങ്ങനെ സമയം കൊടുത്തിട്ടുണ്ടോ, പ്രെയർ ലൈൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കതറിയേണ്ട ആവശ്യമില്ല. അവരുടെ വേദന ചേട്ടൻ്റെയൊക്കെ പറയും, അയ്യോ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ക്ഷമിക്കണം, ഇനി ഞാൻ വിളിച്ചിരുന്നു. ഞാനിങ്ങനെ പറയും, എൻ്റെ ദൈവം എനിക്ക് ചോറ് തരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ദൈവം എനിക്ക് ചോറ് തരുന്നത്, എനിക്ക് വസ്ത്രം തരുന്നത്, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് എന്തിനാണെന്നറിയാമോ? ദുഃഖിച്ചിരിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ, കുനിഞ്ഞിരിക്കുന്നവരെ താടി പിടിച്ചൊന്ന് ഉയർത്തുവാൻ. ഹല്ലേലൂയ. അവരുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം. എൻ്റെ ഫോൺ നമ്പർ വേണോ? 0124406716 വിളിച്ചാട്ട്. വൈകിട്ട് 6-നും 8-നും ഇടയ്ക്കും. 7-ാമത്തെ കാര്യം, 4-ാമത്തെ വാക്യം വീണ്ടും വായിക്കുകയാണ്. കുറേ ദിവസം ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. കുറച്ച് ദിവസം, ഒരു ദിവസം ഒന്നുമല്ല, പ്രാർത്ഥിക്കുക മാത്രമല്ല, കുറേ ദിവസം. അതാ ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർ കുറേ നാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, 8-ാമത്തെ കാര്യം, ഉപവസിച്ചു. ഉപവസിക്കുന്നത് കുറച്ചുകൂടെ കട്ടിയാണ്. കുറേ ദിവസം, ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഉപവസിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഉപവസിച്ചു. അപ്പോൾ നമ്മൾ ജീവിതത്തിനകത്ത് അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് നോക്കിയാട്ടെ. ഈ വന്നവരുടെ കൂടാണോ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്കറിഞ്ഞുകൂടാ. നമുക്കും നമ്മുടെ സഭയെപ്പറ്റി, മർത്തമക്കാരെ നിങ്ങളുടെ സഭയെപ്പറ്റി, കത്തോലിക്കരെ നിങ്ങളുടെ സഭയെപ്പറ്റി, IPCക്കാരെ നിങ്ങളുടെ സഭയെപ്പറ്റി, അസംബ്ലീസ് കൂടുകാരെ നിങ്ങളുടെ സഭയെപ്പറ്റി, സ്വതന്ത്രരെ നിങ്ങളുടെ സഭയെപ്പറ്റി, എന്നെപ്പറ്റിയും ഒരു ഭാരത്തോടെ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും കഷ്ടമുണ്ടെന്നറിഞ്ഞാൽ, എന്തെങ്കിലും നഷ്ടമുണ്ടെന്നറിഞ്ഞാൽ, എന്തെങ്കിലും അബദ്ധം പറ്റിയെന്നറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാപത്തിൽ വീണുപോയെന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 9-ാമത്തെ കാര്യം, അവരാരോടാണ് പ്രാർത്ഥിച്ചത്? ഇവിടെ എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യം, പിന്നെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു എന്നാൽ. ആരോടാണ് പ്രാർത്ഥിച്ചത്? സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പുണ്യവാളന്മാരോട് പ്രാർത്ഥിച്ചില്ല. അവർ പറഞ്ഞില്ല, എന്നാൽ ഞാൻ മോശയുടെ അടുക്കലൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം, മോശയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. അബ്രഹാമിൻ്റെ നാമത്തിൽ അന്നുണ്ടായിരുന്നു പുണ്യവാളന്മാർ. അവരുടെ നാമത്തിൽ എങ്ങും പ്രാർത്ഥിച്ചിട്ടില്ല. വേദപുസ്തകത്ത് അങ്ങോട്ട് കാര്യമേ കാണുന്നില്ല കേട്ടോ. ദൈവദൂതൻ്റെ കാലേ വീണപ്പോഴും ദൈവദൂതൻ പറഞ്ഞു അറിയാം, താങ്ക് യു, നിങ്ങൾക്ക് ഞാൻ മനസ്സിലായല്ലോ, ഞാൻ അല്ല പറഞ്ഞ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവന് മാത്രമേ കൊടുക്കാവൂ, അല്ലേ? ശിംശോന് അമ്മയെപ്പോഴും അവിടെ പറഞ്ഞാണ്, കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന് കൊടുത്താട്ടെ, എനിക്കല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ, ദൈവവേലയ്ക്ക് മാത്രമേ കൊടുക്കാവൂ, വേറെ ആർക്കും ഒന്നും കൊടുക്കരുത്. പണങ്ങളിൽ സത്യം പറഞ്ഞു പോവാണ് കേട്ടോ. ഹല്ലേലൂയ. അവർ പ്രാർത്ഥനാ പുസ്തകം എടുത്തല്ല പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനാ പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് കാണുന്ന ഒരൊറ്റ വാക്യം ഈ പുസ്തകത്തിനകത്തില്ല. പിന്നെ പണ്ടൊക്കെ നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനാ പുസ്തകം എഴുതിയതാണ്. നമുക്ക് അവരവരുടെ വാചകത്തിൽ പ്രാർത്ഥിക്കുക, അവരവരുടെ വാചകത്തിൽ, ഓരോരുത്തരും സ്വന്തം വാചകത്തിൽ പ്രാർത്ഥിക്കുക. എന്തിനാണ് ഇത്രയും ചെയ്തത്? 1-ാമത്തെ കാര്യം ചെയ്യേണ്ട കാരണം എന്താ? ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചത് എന്തിനാണ്? ജനം മഹാകഷ്ടത്തിൽ, കഷ്ടമല്ല മഹാകഷ്ടത്തിൽ. നമ്മുടെ ഇന്ത്യയിലെയും നിങ്ങൾക്കറിഞ്ഞുകൂടാ, ഉത്തർപ്രദേശിൽ
ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, വേറെ ചില സ്ഥലങ്ങളിലൊക്കെ, രാജസ്ഥാനിൽ. എനിക്കറിയാം, രാജസ്ഥാനിൽ ഒരാളിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു കള്ളം പറഞ്ഞാലും മതി, 20 വർഷം ജയിലില്ല. ഷോ, എൻ്റെ കർത്താവേ, കഷ്ടത്തിൽ, മഹാകഷ്ടത്തിൽ. എൻ്റെ പേര് കേസെടുക്കാനും ഇത് വെച്ചുകൊണ്ടെങ്കിൽ പറയാം, അല്ലേ? ഇല്ല, ഞാൻ സത്യം പറയുകയാണ്. നിയമം ഉണ്ടാക്കിയതാണ് നമുക്കെതിരായിട്ട്. അവർക്ക് എങ്ങനെ വേണേലും വളച്ചൊടിക്കാവുന്നതാണ്. വളരെ സൂക്ഷിച്ചായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ് കേട്ടോ, ഓരോ ബിഷപ്പ്മാരുടെ അടുക്കലും പറയുകയാണ്. ഓരോ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ, ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമ, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇവാഞ്ചലിക്കൽ ചർച്ച്, ബ്രദറുകാർ, സകലരുടെയും പറയുകയാണ്, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എത്ര നാളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയ്യോ, ധൃതിയാണ്. ഞാനൊരിക്കലും ഒരു ബിഷപ്പിനെ കാണാൻ പോയി. വലിയൊരു ബിഷപ്പ്, വലിയ ആൾ. ബിഷപ്പ് മാത്രമല്ല, അദ്ദേഹം ലോകത്തിലെ മുഴുവൻ വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഡൽഹിയിൽ. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരിടത്ത് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, തിരുമേനി നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്നൊക്കെ പറഞ്ഞിരുന്നാണ്. എന്നൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മാസികയ്ക്ക് വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതാം, കൊച്ചൊരു ആർട്ടിക്കിൾ പറഞ്ഞാലും മതി, ഞാൻ എഴുതിയെടുത്തോളാം. അദ്ദേഹം കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവം, ഒരാൾ എൻ്റെ ആർട്ടിക്കിൾ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ വേദപുസ്തകം വായിച്ചിട്ട് 1 മാസമായി. എൻ്റെ പറഞ്ഞു, എൻ്റെ കുഴപ്പമില്ല. ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചമ്മാച്ചം വന്നു വെച്ച് പറയും, ആണ്ടെ വെളി 4 പേരും 5 സഭയെന്ന് വന്നിട്ടുണ്ട്, എളുപ്പം വരണം. വേദപുസ്തകം വായിക്കാൻ പോലും സമയമില്ല. അവർക്ക് കുർബാനയുടെ ടൈമുണ്ട്. 1, 2, 3 രാവിലത്തെ, പ്രഭാതത്തെ, ഉച്ചയ്ക്കലത്തെ, വൈകിട്ട് 5 മണിക്കലത്തെ, രാത്രി. അതെല്ലാം അവർ ചെയ്യും. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം, കുറച്ച് ദിവസം ഓഫ് എടുക്കണം. പറയും, ഈ ഓഫ് എടുക്കാൻ എനിക്ക് സമയമില്ല, ആശുപത്രിയിലായി പോയാലും കൊടുക്കും. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നെഹമ്യാവിൻ്റേത് ചടങ്ങായിരുന്നില്ല. അവൻ താഴെ ഇരുന്നു, അവൻ കരഞ്ഞു, അവൻ ദുഃഖിച്ചു, അവൻ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ സഭയുടെ വിശ്വാസികളുടെ, ദൂരെയുള്ള സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. ഒരു ദൈവദാസൻ്റെ ഒക്കെ ചോദിച്ചു, ഛത്തീസ്ഗഡിൽ ഒത്തിരി ദൈവദാസന്മാർ ജയിലിൽ കിടക്കുകയാണല്ലോ, എന്തോ എന്ന്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ ഒരിക്കൽ പ്രേരണ തന്നിട്ടില്ല. നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രേരണ ഉണ്ടാകുമായിരുന്നു, അല്ലേ? അവരും നമ്മുടെ മക്കളായിട്ട് നമുക്ക് കാണുവാൻ കഴിയണം. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു. യെരുശലേമിൻ്റെ മതിലുകൾ ഇതുപോലെയാണ് നമ്മുടെയും സഭയുടെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെന്ന് നോക്കണം. എത്ര കോർട്ട് കേസാണ് നമ്മുടെ സഭയിലുള്ളത്, നിങ്ങളുടെ സഭയിലുള്ളത്? എത്ര കോർട്ട് കേസുണ്ട്? കത്തോലിക്കരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, യാക്കോബക്കാരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, മാർത്തോമാക്കാരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്, IPCക്കാരുടെയൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ നീതിമാനാണെന്ന് പറയുകയല്ല, നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ചോദിക്കുക. വെറുതെ എനിക്ക് വേണമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കും. പക്ഷേ ചിന്തിക്കുവാനായിട്ട് പറയുകയാണ്. എത്ര കോർട്ട് കേസുണ്ട്? ഒരു വിശ്വാസി കോർട്ടിൽ പോകരുതെന്നാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷേ നമ്മൾ എത്ര പേരാണ് നടക്കുന്നത്? ഒരാൾ എൻ്റെയൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ തന്നെ തിരുവല്ലായി തന്നെ 22 കോർട്ട് കേസുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കുന്നു, കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ ഇദ്ദേഹം പ്രാർത്ഥിച്ചപോലെ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. പക്ഷെ നമ്മളെന്തോ ചെയ്യുന്നേ, ഈ കോർട്ട് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇടുവാണ്. ഇന്ന പോലെ പറഞ്ഞു, ഇന്ന പോലെ പറഞ്ഞു, അതിൻ്റെ അറ്റത്ത് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മതിലിടിക്കുകയാണ്. വാച്ച്മാൻ നീ ഇങ്ങനെ പറഞ്ഞു, വിദേശ മിഷണറിമാർ ചൈനയിൽ വന്നിട്ട് എങ്ങനെയാണോ ചൈനയുടെ മതിൽ പണിതിരിക്കുന്നത്, അതുപോലെ തന്നെ അവരും ദൈവത്തിൻ്റെ വേലയുടെ മതിൽ 1 മൈൽ പണിയും, എന്നിട്ട് 5 മൈൽ ഇടിക്കും. ശരിയാണോ? നിങ്ങളുടെ ശുശ്രൂഷ, എൻ്റെ ശുശ്രൂഷ, നമ്മുടെ സഭയിലുള്ള ഒരാളുടെ ശുശ്രൂഷ, സഭക്കാർക്കൊരു ചുമതലയുണ്ട് കേട്ടോ, ബിഷപ്പ്മാർക്കൊരു ചുമതലയുണ്ട്. നിങ്ങളുടെ സഭയിലെ ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ പറയണം, ചെയ്യുന്നത് ശരിയല്ല, മതിലിടിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ മതിലുകൾ ഇടിക്കരുത് കേട്ടോ. ഇന്ന് രാവിലെ ഒരു സഹോദരന് ഞാൻ വാണിംഗ് കൊടുത്തു, ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ABC, നമ്മുടെ വീടിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? നമ്മുടെ ജീവിതശൈലിയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കണം. എഴുന്നേൽക്കുന്നതിന് സമയമുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ? വേദപുസ്തകം വായിക്കാൻ എനിക്കൊരു ചിട്ടയുണ്ടോ? ഡിസിപ്ലിൻ ഉണ്ടോ? വേദപുസ്തകം എത്ര വായിക്കുമെന്നുള്ളത് എന്തെങ്കിലും ചെയ്യുന്നതിന് നമുക്കൊരു ചിട്ടയുണ്ടോ? ഒരു കാലത്ത് 50 വർഷത്തിന് മുമ്പ്, എൻ്റെ കൊച്ചുനാൾ 50-60 വർഷത്തിന് മുമ്പ്, സിഗരറ്റും വലിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടക്കുന്ന പട്ടക്കാരുണ്ടായിരുന്നു. കാത്തോലിക്ക സഭയിൽ, യാക്കോബ സഭയിൽ, ഇവിടെ 2 ഞാൻ കണ്ടിട്ടുള്ളൂ.
ഇന്ന് വെറ്റമുറുക്കുന്നവരാരും ഇല്ല, സിഗരറ്റ് വലിക്കുന്നവരും ഇല്ല. പക്ഷേ ദുഷ്പേരുള്ള ശുശ്രൂഷക്കാരുണ്ട്. പെണ്ണ് കേസ്, പണത്തിൻ്റെ കേസ്, വേറെ ഏതെങ്കിലും കേസ്. എന്തിനാ അവരുടെ കുറ്റം പറയുന്നത്? നമ്മൾ തന്നെ ഇത് കാണണം. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ സഭാശുശ്രൂഷന്മാരുടെ ജീവിതശൈലി അവരിപ്പോൾ ഒറ്റയ്ക്ക് കാണണം. സോഷ്യൽ മീഡിയയ്ക്കകത്തിടുക അല്ല ചെയ്യുന്നത്. അവരോട് വാസ്തവത്തിൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ, പലട കുത്തി മണപ്പിക്കത്തില്ല, മലന്ന് കിടന്ന് വെച്ച് മേളിലോട്ട് തുപ്പത്തില്ല. വേദനയോടെ പറയുകയാണ്. അവരോട് വാസ്തവത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ പോകണം, അല്ലെങ്കിൽ പേഴ്സണൽ എടുത്തെഴുതണം. ഈ മാസത്തിൽ ഞാൻ കുറഞ്ഞതൊരു 100 എഴുത്തെഴുതിയിട്ടുണ്ട്. കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കാൻ, ആരുടെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല. പക്ഷേ ഇന്ന് രാവിലെ ഒരു സഹോദരനെ പറ്റി എനിക്ക് ഞാൻ കേട്ടു അദ്ദേഹം മറ്റൊരാളുടെ കുറ്റം പറഞ്ഞു എന്ന്. ഉടനെ തന്നെ ഞാൻ വിളിച്ചു, ചെയ്യാൻ പാടില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും, ഫേമസ് ആവാൻ ചെയ്യുന്നതായിരിക്കാം, ഏതാണ്ട് ദൈവവേല എന്നൊന്നാണ് അവിടെ വിചാരം. അവർ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും കത്തിക്കയറുന്ന ശുശ്രൂഷക്കാരുണ്ട്. നല്ല ഒന്നാം തരം പ്രസംഗം, നല്ല പ്രവചനം, രോഗശാന്തി. ജീവിതം എങ്ങനെ ആയാലും വേണ്ടിയില്ല, കൃപാവരം വേണം. പക്ഷേ എൻ്റെ വേദോസ്തവം പറയുന്നത് നേരെ മറിച്ചാണ് കേട്ടോ. യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോസ്തലർ പറയും 4:13 അവരറിഞ്ഞു യേശുവിൻ്റെ കൂടെ ഇരുന്നവരാണ്. അപ്പോസ്തലർ പറഞ്ഞ് 6:3 അവർ ആത്മാവ് നിറഞ്ഞവരായിരുന്നു. അന്യഭാഷ പറഞ്ഞ് നല്ല പറഞ്ഞിരിക്കുന്നത് ആത്മാവ് നിറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ നിറവ് നമ്മുടെ ജീവിതത്തിൽ കാണണം. ശുശ്രൂഷയിൽ മാത്രം പോരാ, ശുശ്രൂഷ. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ജ്ഞാനം നിറഞ്ഞു നിൽക്കണം. നല്ല സാക്ഷ്യമുള്ളവർ, അങ്ങനെ വേദോസ്തവം പറയുന്നത്, നല്ല സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. ആത്മാവിൽ നിറഞ്ഞവരെ 6:3 പറയുന്നത്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞവരേക്ക് നമ്മുടെ ജ്ഞാനമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മതിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സഭയുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്യണം. അതായിരുന്നു നെഹെമ്യാവിൻ്റെ നോട്ടം. പറയുന്നു നമ്മുടെ സന്മാർഗീയ നിലവാരം എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി എന്ത് പറയും? നിങ്ങളുടെ മരുമകൾ എന്ത് പറയും? നിങ്ങളുടെ മരുമകൻ എന്ത് പറയും? നിങ്ങളുടെ അയൽക്കാർ എന്ത് പറയും? അല്ലേ? ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡ്രസ്സ് കാണുന്നവരെന്തോ പറയും? നിങ്ങളുടെ സംസാരം കേൾക്കുന്നവരെന്തോ പറയും? നിങ്ങളുടെ പെരുമാറ്റം കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ, വേലക്കാരി, നിങ്ങളുടെ മരുമകൾ, അവരെന്ത് പറയും? നമ്മുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? റിപ്പയർ ചെയ്താട്ട്. നമ്മുടെ ഉപദേശത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? അതുമാകാം, ഇതുമാകാം. ചിലർ പറയും PG വർഗീസിൻ്റെ ഉപദേശം അവിയൽ പോലാന്ന്. ഒരു തകരാറിൻ്റെ പറഞ്ഞു തന്നാട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു കറക്റ്റ്. എനിക്ക് ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിയാക്കണം. എൻ്റെ ലീഡേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, ഞാൻ ലീഡറായിരിക്കുന്നിടത്തോളം കാലം ഞാൻ എല്ലായിടത്തും ഒരു സജഷൻ ബോക്സ് വെക്കുമായിരുന്നു. പറയും, അതിനകത്ത് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞാട്ടെ, സംഘടനയുടെ കുറ്റം പറഞ്ഞാട്ടെ, കുറച്ചുകൂടെ നന്നാവാനുള്ള മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പേര് വെച്ച് എഴുതാം, പേരില്ലാതെ എഴുതാം, വേറൊരാളിനെ കൊണ്ട് എഴുതിക്കാം, ഇടത്ത് കൈ കൊണ്ട് വേണമെങ്കിൽ എഴുതിയിട്ടാട്ടെ. എനിക്ക് നന്നാകാനൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഉപദേശത്തിൻ്റെ മതിലുകൾ, എൻ്റെ ഉപദേശം എവിടെയെങ്കിലും തെറ്റാണോ? അതോ ജീവിതം ശരിയല്ലേ? പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ഇരട്ടത്താപ്പിലാവാൻ പാടില്ല. നമ്മളെപ്പോഴും മതിലുകൾ ഇടിഞ്ഞു കിടക്കാത്ത, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? നമ്മുടെ ഭാര്യയ്ക്ക് സമാധാനമുണ്ടോ? നമ്മുടെ ഭർത്താവിന് സമാധാനമുണ്ടോ? നമ്മുടെ മക്കൾക്ക് സമാധാനമുണ്ടോ? നമ്മുടെ മരുമക്കൾക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ? മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണോ? ഒരു സഭാശുശ്രൂഷകൻ്റെ മരുമകൾ എനിക്ക് എഴുതി, ഞങ്ങളുടെ വീട്ടിൽ സഭാശുശ്രൂഷനാ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ, ശനിയാഴ്ച വൈകുന്നേരം, ബാക്കി ദിവസം ഇല്ല. കഷ്ടം. ദശാംശം കൊടുക്കുന്നുണ്ടോ? ഒരാൾ പറയുന്നത് കേട്ടു, ഞാൻ ഇച്ചിരി കേട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. ദശാംശം കൊടുക്കാൻ പുതിയ നിയമത്തിനകത്ത് വാക്യമില്ല. വാക്യം കാണിച്ചു കൊടുത്താലോ? അല്ലേ? പരീക്ഷന്മാരുടെ നീതിയേക്കാൾ കവിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ യേശു പഠിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാണ്, രൂപയ്ക്ക് ദശാംശം കൊടുക്കാൻ വാക്യമില്ല, കൃഷിഫലത്തിന് മാത്രം കൊടുത്താൽ മതി, ആ കന്നുകാലിയുടെയും കൊടുത്താൽ മതി. ഞാൻ വിചാരിച്ചു എൻ്റെ രക്ഷോട്ടല്ല, എനിക്ക് കൃഷിയില്ല, ഞാൻ 14ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്, 15ാമത്തെ നില.
അല്ലേ? എനിക്ക് കൃഷിയില്ല, എനിക്ക് പശുക്കളുമില്ല, ആടുമില്ല, കോഴിയില്ല, അപ്പം ഞാൻ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. ദശാംശം കൊടുക്കരുതെന്ന് പഠിപ്പിക്കുന്ന പ്രസംഗം പോലും കേൾക്കാൻ പാടില്ല. അവർ നിങ്ങൾക്ക് അനുഗ്രഹമല്ല, അവർ നിങ്ങളുടെ വിശ്വാസത്തെ ചോർന്നു കളയുന്ന മനുഷ്യരാണ്. ദശാംശം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്നവരാണ്. ദശാംശം നിൻ്റെ വിത്താണ്. ഞാൻ ഒരു ദിവസം പിന്നീട് പ്രസംഗിക്കുന്നതായിരിക്കും അതിനെപ്പറ്റി മാത്രം. ദശാംശത്തെ ഉദ്ദേശമല്ല, നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ദശാംശം കൊടുക്കണം. കണക്ക് നോക്കി, എൻ്റെ പാസ്റ്റർ എന്നെ പഠിപ്പിച്ചാണ്, കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ഹല്ലേലൂയ, കൊടുക്കണം. ഇനി ഇതാ കേട്ടാടെ മതിൽ കിടക്കുന്നു, അവിടെ വാതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു. വാതിലുകൾ ചുട്ടു കിടക്കുന്നു. എന്തിൻ്റെയൊക്കെ വാതിലുകളാണ് ചുട്ടു കിടക്കുന്നത്? ആരാധനയുടെ വാതിലുകൾ. സങ്കീർത്തനം 100:4. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവേൻ. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് സ്തോത്രം പറയുന്നത്? ഒരിക്കൽ 2 സഹോദരിമാർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാനായിട്ട് ഞങ്ങളുടെ വന്നു. ഞാനും ലിലിയും താമസിക്കുന്ന മുറി വന്നു. അവർ പ്രാർത്ഥിക്കാം, സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തുതിക്കുന്നു, സ്തോത്രം, സ്തുതി. കാരണം ആരാണ്ട് അവർക്ക് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ 10 പ്രാവശ്യം സ്തോത്രം അടുപ്പിച്ച് അവർ പറയിപ്പിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബന്ധിക്കോസി പോകും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാക്ക് ഇങ്ങനെ കുഴഞ്ഞ് സ്തോത്രം എത്ര എന്നായി പോകുന്നാക്കാം. അതിന് വേണ്ടിയാണെന്ന് ഞാൻ വേദോസ്തവത്തിൽ നിന്ന് കാണിച്ചു. അവർ നിരന്തരം ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു വന്നു. അങ്ങനെ ഇംഗ്ലീഷിനകത്ത് കേട്ടോ, അങ്ങനെ മൂലഭാഷയിലും സ്തുതിച്ചത് മാത്രമല്ല, വാഴ്ത്തി സ്തുതിച്ചു. ഞാൻ പറഞ്ഞാട്ടെ സ്തോത്രം, നിരന്തരം നിർത്താതെ. ഹല്ലേലൂയ. അവർ പറഞ്ഞില്ല. മരിക്കുന്നത് 2 പേരും മരിച്ചുപോയി. 2 പേരും മരിക്കുന്നവരെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചില്ല. നിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് എവിടെയാണ് നിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണോ? നിൻ്റെ വാതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണോ? ചുട്ട് നശിച്ചിരിക്കുകയാണോ? എൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ച പോലെ അല്ല ഞാൻ വീട്. എൻ്റെ വേദപുസ്തകം എന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വേദപുസ്തകത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് അറിയാൻ വയ്യാത്തത് തെറ്റാണെന്ന് അറിയാൻ ഞാൻ ശരിയാക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതും പഠിക്കാൻ തയ്യാറാണ്. ഞാൻ നവംബർ മാസത്തിൽ 80 സുവിശേഷ വേലക്കാരെ വിളിക്കുക. ഞങ്ങളുടെ സംഘടനയുള്ളവരെ മാത്രം, വെളിയുന്നവരെയില്ല. അവരെ വിളിക്കുക. എന്തിനാണ്? അവരെ 10 ദിവസം ഞാൻ എല്ലിലും കൂടെ ക്ലാസ് എടുക്കും. ഞാൻ എല്ലിലും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ IIT-യുടെ പ്രസിഡൻറ്റും വന്നിട്ട് 1-2 ക്ലാസ് എടുക്കും. അവർ മാത്രം. എന്തിനാ കാര്യം? ഞാൻ പറഞ്ഞു 40 വയസ്സിന് കുറവുള്ളവരായിരിക്കണം. അതെന്താ 40? കേട്ട് വേറൊരാൾ പറഞ്ഞു, പ്രൊഫസർ എലൈജ ഗർഗൻ പറഞ്ഞാൽ 35 വയസ്സിന്. ഞാൻ പറഞ്ഞാൽ 40 വരെ വെക്കുകയാണ്. അതിന് കാരണമുണ്ട്. 40 വരെ വെക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അതിന് ഇച്ചിരി കഴിഞ്ഞാലോ? അവരെ പഠിപ്പിച്ചാൽ നേരെയാവത്തില്ല. അവർ പഠിച്ചു വച്ചിരിക്കുന്ന ചില തത്വങ്ങളുണ്ട്, അതനുസരിച്ച് പോകത്തേ ഉള്ളൂ. അതൊന്നുകൂടെ വേണമെങ്കിൽ ബ്രഷ് ചെയ്തെടുക്കാം, ഒന്നുകൂടെ മിനുക്കിയെടുക്കാം. പക്ഷെ പുതുതായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചാൽ അങ്ങനെയാണല്ലേ, ശരിയാണ് എന്ന് പറയുന്നതിന് 40 വയസ്സ് കുറവ്. അത് മറ്റേ എലൈജ ഗർഗൻ പറഞ്ഞത് 35 വയസ്സിന്. അവർ മാത്രമേ എന്തെങ്കിലും ചെറുതായിട്ട് എടുത്തുള്ളൂ. ആണ് യൗവനക്കാർ. ഹല്ലേലൂയ. രക്ഷയുടെ വാതിൽ തീവച്ചു കിടക്കുകയാണോ? മത്തായി 7:13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആ വാതിൽ ഏത്? രക്ഷയുടെ വാതിൽ. അത് പൊളിഞ്ഞു കിടക്കുകയാണോ? രക്ഷയുടെ അനുഭവത്തിലാണോ ഇന്നും നിങ്ങൾ? രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷേ കേട്ടാട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നഷ്ടപ്പെടുത്താം. നിങ്ങൾ യേശുവിൻ്റെ കൈകളിലാണ്. പക്ഷേ നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. അതുകൊണ്ട് ചിന്തിക്കണം, എൻ്റെ രക്ഷയുടെ അനുഭവം ഞാൻ ഇന്നുണ്ടോ? രക്ഷയുടെ സന്തോഷം എനിക്ക് ഇന്നുണ്ടോ? എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ? അത് സുരക്ഷിതമാണോ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അകത്ത് വരണം, പിന്നെ പുറത്തു പോകുന്നത്. പുറത്തു പോയിട്ടല്ല അകത്ത് വരുന്നത്. അതാണ്, യേശുവിൻ്റെ അടുക്കൽ വരണം. അവിടുന്ന് വചനം കേട്ട് അവനെപ്പോലെ ആയിട്ട് വേണം അടുത്ത ദിവസം തിരികെ പോകാൻ. 10-ാമത്തെ വാക്യം പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എന്തിനാ വരുന്നത്? പിശാച് നിന്നെ മുടിക്കാൻ, നിൻ്റെ രക്ഷയുടെ സന്തോഷം കളയുവാൻ, നിൻ്റെയൊക്കെ കഷ്ടത തരുവാൻ, നിനക്ക് പ്രയാസം വരുന്നത്, നിന്നെ നശിപ്പിക്കാനായിട്ടാണ് വരുന്നത് കേട്ടോ. അറപ്പാൻ മുടിക്കാൻ അവനാണ് കള്ളൻ വരുന്നത്. ഞാനോ ആർക്ക്? എന്നിലൂടെ വരുന്നവന് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. യേശു എന്തിനാണ് വന്നിരിക്കുന്നത്? സമാധാനം തരാൻ. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം, നിൻ്റെ ആരോഗ്യത്തിൻ്റെ സന്തോഷം, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. എല്ലാം ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വാതിൽ
നിങ്ങളുടെ വാതിൽ തീവെന്ത് കിടക്കുകയാണോ? കിഴുത്ത വീണ് പോയിട്ടുണ്ടോ? കുറച്ച് വെന്ത് പോയി, കള്ളന് കയറി വരത്തക്കവണ്ണം. ഹല്ലേലൂയ. അടുത്തത്, സുവിശേഷ വേലയുടെ വാതിൽ വെന്ത് കിടക്കുകയാണോ? ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പറയുന്നവരാണ്. അവർ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി മേശയിൽ ശുശ്രൂഷിച്ചവർ വരെ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരുന്നു. എവിടെ സുവിശേഷം പ്രസംഗിച്ചു? സഭയ്ക്കകത്തല്ല. ചിലർ അങ്ങനെ സഭയ്ക്കകത്ത് ചെന്നു, അല്ലേ ലൂയ, ദൈവം എനിക്ക് നല്ലവനായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ മരുന്നൊന്നും എടുത്തില്ല, അല്ലേ ലൂയ, എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നു. സഭയിലും പറയണം, സഭയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വെളിയിൽ പറയണം. അതാണ് എൻ്റെ വേദപുസ്തകം പറയുന്നത്. ഒന്നാം നൂറ്റാണ്ടിനകത്ത് എല്ലാവരും സുവിശേഷം പറയുന്നതായിരുന്നു. ഫിലിപ്പോസ് സുവിശേഷം പറയുന്നത്, മേശയ്ക്കകത്ത് കഞ്ഞിയും കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരുന്ന മനുഷ്യൻ സ്തെഫാനോസ്. ഹല്ലേലൂയ. ഇതാ 8-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം പറയുന്നു, അവിടെ പീഡനം ഉണ്ടായപ്പോൾ ചെതറിപ്പോയിരുന്ന എല്ലാവരും സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. സുവിശേഷം പറയുന്നതിൻ്റെ വാതിൽ അകത്ത് വരണം, പുറത്ത് പോകണം. പുറത്ത് പോകണം. ഞായറാഴ്ച കേട്ട് കഴിയുമ്പോൾ സുവിശേഷം പറയണം. ആരോടെങ്കിലും പറയണം. പാസ്റ്റർമാർ പറയണം, പട്ടക്കാർ പറയണം, ആരോടെങ്കിലും പറയണം. ഒരുത്തരോട് ഒരു അക്രൈസ്തവനോടും സുവിശേഷം പറയാത്ത ദൈവദാസന്മാരുണ്ട്. ഒറ്റ ഒരാളിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരോടെങ്കിലും പറഞ്ഞില്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പീഡനം ചെതറിപ്പോയവരെല്ലാവരും സുവിശേഷം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ചെതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് വേറൊരു ചോദ്യം, പരസഹായത്തിൻ്റെ വാതിൽ, മറ്റുള്ളവരെ സഹായിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി വാക്യങ്ങളുണ്ട്, അല്ലേ? വേദത്തിനകത്ത് വാക്യങ്ങളുണ്ട്, പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പരസഹായം ഏതെങ്കിലും, ഞാൻ ഇന്നലെ ധൈര്യത്തോടെ എൻ്റെ ഈ മീറ്റിങ്ങിനകത്ത് തന്നെ പറഞ്ഞാണ്, ധൈര്യത്തോടെ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ ആരെയെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കും. ഒരാൾക്ക് എല്ലാവരെയും സഹായിക്കാനൊക്കും, ഒക്കത്തില്ല. പക്ഷേ ഒരാളിനെങ്കിലും സഹായിക്കാനൊക്കും, ഒരു കുഞ്ഞിനെങ്കിലും പഠിപ്പിക്കാനൊക്കും. വീടില്ലാത്ത ഒരാൾക്ക് 5 സെൻറ്റ് ഭൂമി കൊടുക്കാൻ, ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെയാണ് എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് സഹായിക്കുവാൻ കഴിയും, അല്ലേ? ചെയ്യണം. എന്തെങ്കിലും വിദ്യാഭ്യാസത്തിനാകാം, വേറെ ഏതെങ്കിലും കാര്യത്തിന്. പരസഹായത്തിനുള്ള വാതിൽ ഇടിഞ്ഞു കിടക്കുകയാണോ? നമ്മുടെ മതിലുകൾ പണിയാം, നമ്മുടെ വാതിലുകൾ പണിയാം. നെഹമ്യാവ് അറിഞ്ഞില്ല, എനിക്കെന്തോ നഷ്ടം, എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അത് 2 നേരത്തെ ആഹാരമേ ഉള്ളൂ. രാവിലെ ഉണ്ട് നല്ല ഒന്നാം തരം ആഹാരം, നല്ല ചപ്പാത്തി, നല്ല ഇറച്ചിക്കറിയും, പിന്നെ വല്ലപ്പോഴൊക്കെ മീൻ കറിയും എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. എൻ്റെ മക്കളൊക്കെ MBBS-നും IAS-നും ഒക്കെ പഠിക്കുകയാണ്. നല്ല എയർ കണ്ടീഷൻ മുറിയുണ്ട്. എനിക്കെന്തിനാണ് ആവശ്യം, അല്ലേ? എന്തിനാണ് ആവശ്യം? പോരാ. അവനൊരാഗ്രഹം, എനിക്ക് ജീവിത സൗകര്യമുണ്ട്, എനിക്ക് നല്ല ഓഫീസുണ്ട്, എനിക്ക് ദേശത്ത് നല്ല മാന്യതയുണ്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിലേക്കും പണമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവൻ പ്രവർത്തിച്ചു, മതിൽ പണിയാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം, എന്നിട്ട് മതിൽ പണിയാൻ നിൽക്കണം. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നു. ഹല്ലേലൂയ. ആരാണവൻ? അവൻ പ്രവർത്തിച്ചവനാണ്. എങ്ങനെയാണ്? അവൻ പറയുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ തറയിലിരുന്നവനാണ്, അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ കരയുന്നവനാണ്, അവൻ ഉപവസിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, സ്റ്റെപ്പ് 2. 1, അവൻ കേട്ടു. 2, അവൻ പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി. അത് വലിയ കാര്യമാണ്. അതൊരു ലീഡർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് ഒക്കത്തില്ല. ഒരു ലീഡർഷിപ്പുള്ള വ്യക്തിക്ക് അവർ പദ്ധതി ഉണ്ടാക്കി. എന്തുവാ ചെയ്യുന്നത്? ഇവിടുത്തെ നമുക്കെല്ലാവർക്കും ഒരു പദ്ധതി വേണം, അല്ലേ? ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് ചെന്നു, പട്ടാളത്തിൽ നിന്നല്ല, ഞാൻ കട്രായിൽ നിന്ന് അവധിക്ക് ചെന്നു എൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സുവിശേഷ വേലക്കാരൻ കുളത്തൂപ്പുഴയെന്ന് പ്രവർത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും 3, 4, 5 ക്രിസ്തീയ കുടുംബങ്ങളേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടതെന്ന് പറയാൻ എൻ്റെ പപ്പായും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരാരും രക്ഷയുടെ ഭക്തരുണ്ട്, എനിക്കറിയാം, ഭക്തരുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ടതെന്ന് പറയത്തക്കൊണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ ആ വന്നിരുന്ന ബ്രദറിൻ്റെ ഒക്കെ പറഞ്ഞു, ബ്രദറെ, ഞാൻ ബ്രദറിന് 200 പുതിയ നിയമം വാങ്ങിച്ചത്. അന്ന് പൈസ ഇല്ലാത്ത കാലം എൻ്റെ കയ്യിൽ. പുസ്തകം വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അതാണ് എൻ്റെ വരുമാനം. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ 200 പുസ്തകം വാങ്ങിച്ചു തരാം, പുതിയ നിയമം, 2 രൂപ ഒരെണ്ണത്തിന്, 400 രൂപയ്ക്ക് വാങ്ങിച്ചു തരാം. ബ്രദറിലുള്ള വീടുകളിലെല്ലാം കൊണ്ട് കൊടുത്താട്ടെ. അവർക്കെല്ലാവർക്കും പപ്പായ അറിയാം. പറയണേ, ഇത് പാപ്പിസാറിൻ്റെ മോൻ തന്നതാണ്. അവർ രൂപ തന്നാൽ വാങ്ങിക്കരുത്, പക്ഷെ നിർബന്ധിച്ച് പറഞ്ഞാൽ വാങ്ങിക്കണം. ആ പൈസ കൊണ്ട് വേറെ കുറച്ച് ന്യൂ ടെസ്റ്റ്മെൻ്റ് വാങ്ങിച്ച് അടുത്ത ഗ്രാമത്തിൽ അവർ കൊടുത്തു. അപ്പം നമുക്കൊരു പ്രവർത്തന പദ്ധതി ഉണ്ടാകണം.
സ്റ്റെപ്പ് 3 അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി, അവൻ ആരംഭിച്ചു. നമ്മൾ പദ്ധതി മാത്രം ഉണ്ടാക്കി വെച്ച് കാത്തിരുന്ന പോരാ, ഉണ്ടാകണം. 10ാമത്തെ കാര്യം, നമ്മൾ നേരത്തെ 9 വരെ കാര്യങ്ങൾ വന്നിരുന്നു. അവൻ ദയുള്ള ദൈവത്തെ പുകഴ്ത്തി, ദയുള്ള ദൈവത്തെ പുകഴ്ത്തി. 5ാമത്തെ വാക്യം, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, ഹല്ലേലൂയ. അവൻ ദൈവത്തെ പുകഴ്ത്തി. പുകഴ്ത്താൻ പഠിക്കണം. നടക്കുമ്പം പുകഴ്ത്തണം, ഇരിക്കുമ്പം പുകഴ്ത്തണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ വീട് തന്നല്ലോ, കർത്താവ് നീ കട്ടിൽ തന്നല്ലോ, കർത്താവ് നീ തലേണ തന്നല്ലോ, കർത്താവ് രാവിലെ എഴുന്നേൽക്കാനുള്ള ബലം തന്നല്ലോ, കർത്താവ് നീ ആഹാരം തന്നല്ലോ, കർത്താവ് ശ്വാസം വലിക്കാനുള്ള കൃപ തന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ വർണ്ണിച്ച് നടക്കണം, പുകഴ്ത്തി നടക്കണം. 11ാമത്തെ കാര്യം, ദൈവത്തെ വർണ്ണിച്ചു. 1 ദൈവത്തെ പുകഴ്ത്തി, ഹല്ലേലൂയ. 2 ദൈവത്തിന് വർണ്ണന കൊടുത്തു. നീ ആരാണ് കർത്താവ്? ആകാശവും ഭൂമി ഉണ്ടാക്കിയവനായ ദൈവം. യേശുവേ, നീ ആരാണ്? എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചവൻ. പരിശുദ്ധാത്മാവ്, നീ ആരാണ്? ഹല്ലേലൂയ. ദൈവത്തെ വർണ്ണിക്കുക. 1 ദൈവത്തെ പുകഴ്ത്തി, ദൈവം 11ാമത്തെ വർണ്ണിച്ചു. 12ാമത്തെ കാര്യം, 6ാമത്തെ വാക്യം, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അക്കാര്യം പിന്നീട് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ആരാണെന്ന് പറഞ്ഞു? തങ്ങൾ ആരാണ്? നിൻ്റെ ദാസന്മാരാണ്. നാം ആരാണ്? ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവത്തിൻ്റെ മക്കളുമാണ്. രണ്ടും കൂടെ ഒന്നിച്ചാണ്, ഒരേ സമയത്താണ് ദാസന്മാർ, അല്ലേ? ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധി, എൻ്റെ കാര്യത്തെയും പറയുന്നുണ്ട്, നിങ്ങൾ പിണങ്ങരുത്, നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പട്ടാളത്തിൽ നിന്ന് അവധിക്കും പപ്പായ്ക്ക് ഒരു ചെറിയ തോട്ടമുണ്ട്. ഞാൻ ആ തോട്ടത്തിനകത്തൊക്കെ വളമിടാനായിട്ട് ആളുകൾ കളയ്ക്കും, എന്നെക്കൊണ്ട് കളയ്ക്കാനൊക്കത്തില്ല. പക്ഷേ അതിനകത്തുനിന്ന് വളം കോരിയിടാം, അല്ലേ? കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയി വളം കോരിയിടാം. 1 ചിരട്ടയോ 2 ചിരട്ടയോ എങ്കിലും ഇടാം, അല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കും. ഞാൻ തിരിച്ച് 2 മാസത്തെ അവധി കഴിഞ്ഞ് വെച്ച് പോകാൻ നേരം അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മാന്ന് വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ടാണല്ലോ പോകുന്നത്. ഞാൻ വേലക്കാരനാണോ? ഇല്ല, മകനായ വേലക്കാരൻ. വീട്ടിൽ വെള്ളം കോരുന്നതെല്ലാം ഞാനായിരുന്നു. ഞാൻ വീട്ടിലുള്ളപ്പോഴ സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കുറച്ച് ഒരു 2 ഇലക്ട്രിക് പോസ്റ്റ് ദൂരത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട്, കിണറങ്ങ് താഴെയാണ്, കൊണ്ടുവരുമായിരുന്നു. ഞാൻ കൊണ്ടുവരുമായിരുന്നു. ആരാണ്? ഞാൻ വേലക്കാരൻ. ഞാൻ വെള്ളം കോരുകാരനാണോ? അല്ല, മകൻ. നിങ്ങൾ ആരാണ്? വേലക്കാരനായ മകൻ, മകനായ വേലക്കാരൻ. ഹല്ലേലൂയ. മക്കളെങ്കിൽ അവകാശികളാണ്. 13ാമത്തെ കാര്യം, 6ാമത്തെ വാക്യം പറയുകയാണ്, ഞങ്ങൾ അവരുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും. 6ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ചെയ്ത ചില പാപങ്ങളൊക്കെ പിതാക്കന്മാരുടെ അകൃത്യമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പിതാക്കന്മാരുടെ അകൃത്യം, ചില അകൃത്യം നിലനിൽക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ശരി, ചില ശാപങ്ങൾ അത് നിലനിൽക്കും. അതിനകത്തൊന്ന് അവർ ഏറ്റുപറയണം. ഹല്ലേലൂയ. കേരളത്തിലെ ക്രിസ്ത്യാനികൾ പാപം ഏറ്റുപറയുന്നുണ്ട്, എല്ലാവരും, അല്ലേ? ഏറ്റുപറയും. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യം എപ്പോഴെങ്കിലും ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനികളുടെ കാര്യം, ഇല്ലേ? നമ്മുടെ സഭയുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സഭയുടെ പാപം, നമ്മുടെ പിതാക്കന്മാരുടെ, അല്ലേ? നമ്മുടെ അപ്പച്ചൻ ചെയ്തത്, നമ്മുടെ വല്യപ്പച്ചൻ ചെയ്തത് ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ദുഃഖ വെള്ളിയാഴ്ച പട്ടാളത്തിൽ നിന്ന് അവധിക്കാൻ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെയൊക്കെ പോയി ഇച്ചിരി സ്വെറ്ററൊക്കെ വലിച്ച് ചായയൊക്കെ കുടിച്ചുമ്പോൾ ചെയ്യാൻ എനിക്ക് പോരുന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പപ്പ എന്നെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഉപദേശിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയായിട്ടും പള്ളിയിൽ പോയില്ലല്ലോടാ, എനിക്കതിനകത്ത് സങ്കടമുണ്ട്. പപ്പ പറഞ്ഞു, നോക്കിയാൽ ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതാണ്. ഞാൻ കപ്പലണ്ടി വിൽക്കാൻ ഒരു ദിവസം പകുതി വഴി വരെ പോയില്ല. നാണം വന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനെ കണ്ടപ്പോൾ ഞാൻ തിരികെ പോരുന്നു. വിശന്നവും വാഴമാണം പുഴുങ്ങി തിന്നതാടാ ഞാൻ. പക്ഷേ ദൈവം എന്നെ പണക്കാരനാക്കി, കൊച്ചു തോട്ടത്തിൻ്റെ ഉടമസ്ഥനാക്കി, നാട്ടിൽ മാന്യനാക്കി. നീ ദുഃഖ വെള്ളിയാഴ്ചയായിട്ടും പോയില്ലല്ലോടാ. എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, മോനെ, നമ്മുടെ കുടുംബത്തിന് ചില ശാപങ്ങളുണ്ട്, വലിയപ്പച്ചന്മാരുടെയൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ പുറത്ത് നീ വേറൊരു ശാപം കൂടെ വലിച്ചു വെക്കരുത്. നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അവരുടെ പാപം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സഭയുടെയോ, അല്ലേ? പഴയ കാലത്തൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാവേലിക്കര വരുന്ന എന്തോ പറയുന്നത്, മർക്കോസ് പൊലയൻ, പത്രോസ് ചോവൻ, അങ്ങനെ വിളിച്ചല്ലയോ, അല്ലേ? തുലുക്കൻ, പുതു ക്രിസ്ത്യാനി, മരിക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലയോ? പറഞ്ഞില്ലയോ? ക്രിസ്ത്യാനികളുടെ കാര്യം പറയും, വിശ്വാസികളായിട്ട് കാര്യം പറയാണ്. ഇതൊക്കെ ആര് ചെയ്തു? നമ്മുടെ പിതാക്കന്മാർ. എന്നും ക്ഷമ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇല്ല.
പക്ഷെ വല്ലപ്പോഴുമെങ്കിലും ഓർത്തിട്ട് സഭയായിട്ട് ചോദിക്കണം. ഞാനൊരിക്കൽ ഫിജിയിലായിരിക്കുന്ന സമയത്ത്, ഫിജിയിലാണോ അല്ല വേറെ എവിടെയാണ്, ഫിജിയിൽ നിന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുവാണ്. ഓരോ ദേശക്കാരും ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നവർ അവിടുത്തെ അമേരിക്കക്കാരായ റെഡ് ഇന്ത്യൻസിന്, അവിടുത്തെ ആദിവാസികളായ റെഡ് ഇന്ത്യൻസിൻ്റെകൾ അവർ ചെയ്തിട്ടുള്ള അതിക്രമത്തിന് ക്ഷമ ചോദിച്ചു. അവരും ക്ഷമ ചോദിച്ചു, ഞങ്ങളും അതിക്രമം ചെയ്തിട്ടുണ്ട്, ഞങ്ങളും നിങ്ങളുടെ ആളുകളെ കൊന്നിട്ടുണ്ട്. ഓരോരുത്തരും ക്ഷമ ചോദിച്ചു. പെട്ടെന്നാണ് ഫിജിയിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ, ഫിജിയനാണ്, ഫിജിയിൽ ഇന്ത്യക്കാരുമുണ്ട് ഫിജിക്കാരുമുണ്ട്. പെട്ടെന്ന് ഒരു ഫിജിയൻ വന്ന് വെച്ച് എന്നെ മുമ്പോട്ട് വിളിച്ചു. എൻ്റെ വിചാരം ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കോൺഫറൻസിൽ. എന്നെ വിളിച്ച് കഴിയുമ്പോൾ പറഞ്ഞു, നോക്കിയേ, ഞങ്ങൾ നിങ്ങളോട് ഇന്ത്യക്കാരോട് അതിക്രമം കാണിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി ഞങ്ങൾ ദോഷമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കാമോ? പക്ഷേ ഞാനങ്ങ് വിചാരിച്ചു, ഞാനെന്തോ ചെയ്തു? ഞാനല്ല ചെയ്തത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഫിജിയിൽ ഇന്ത്യക്കാർ ചെയ്തെന്തോ വന്ന 3 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ടുവന്ന് 5 രൂപയ്ക്ക് വിൽക്കും. അവരെ കൂടുതലായിട്ട് മുതലെടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങളോടും ക്ഷമിക്കണം. നമ്മുടെ സഭകളിൽ എപ്പോഴെങ്കിലും ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാർ തോമസ് സഭയിൽ എവിടെയെങ്കിലും മാരാമൺ കമ്മീഷൻ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ താഴ്ന്ന ജാതിക്കാരോട് അനാവശ്യം കാണിച്ചത്, ആക്രമണം കാണിച്ചത്, അവരെ മർക്കോസ് പുലയാന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അതുപോലെ ചെയ്തത് വിളിച്ചിട്ടില്ലയോ? യാക്കോബക്കാർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ അവിടുത്തെ യാക്കോബ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു, മർക്കോസ് പുലയെന്ന് വിളിച്ചത്. നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യം പെന്തക്കോസ്തിനകത്ത് ക്ഷമ ചോദിക്കണം. പരസ്യമായിട്ട് പറഞ്ഞെങ്കിൽ പരസ്യമായിട്ട് ക്ഷമ ചോദിക്കണം. 14-ാമത്തെ കാര്യം, പ്രാർത്ഥന കേൾക്കണം. പ്രാർത്ഥന പറയണം. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു, അല്ലേ? 6-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ കണ്ണ് തുറന്നിരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ചെവി തുറന്നിരിക്കുന്ന ഒരു ദൈവം അവനറിയാമായിരുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ വൈകുന്നേരം എൻ്റെ വേദന എന്ന് പറയുവാൻ, എൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ കണ്ണ് തുറന്നിരിക്കണമേ. ഹല്ലേലൂയ. ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു പുസ്തകമുണ്ട്, ആര്യ സമാജുകാർ, ഹിന്ദുക്കളുടെ ആര്യ സമാജുകാർ എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, കുറച്ച് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ബാൻ ചെയ്തിരിക്കുക. കാരണം അവർ ഹിന്ദുക്കളുടെ കുറ്റം പറയുന്നുണ്ട്, ദൈവങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്, മുസ്ലിങ്ങളുടെ ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്, ബുദ്ധമതത്തിൻ്റെ ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുറ്റം പറയും. അതുകൊണ്ട് ആ പുസ്തകം ഇവിടെ ബാൻ ചെയ്തിരിക്കുക. പക്ഷേ എനിക്ക് എൻ്റെ ആദ്യകാലത്ത് ഞാൻ കട്രായിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അത് കിട്ടി. അതിനകത്ത് അവർ ക്രിസ്ത്യാനികളുടെ ദൈവത്തെപ്പറ്റി പറഞ്ഞു. അവരുടെ ദൈവം തോന്നിയ മനുഷ്യനാണ്, ചിരിക്കുന്ന ദൈവം, കരയുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? അവൻ ചെവിയുള്ളവനായ ദൈവം. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ പോലെ ഇങ്ങനെ ചെവിയും കണ്ണുനോക്കുന്നതല്ല, നമുക്ക് മനസ്സിലാകുന്ന ഭാഷകൾ. പക്ഷേ എൻ്റെ ദൈവം ആരാണ്? വികാരമുള്ളവനായ ദൈവം, ചെവി തുറന്നിരിക്കുന്നവനായ ദൈവം, കാണുന്നവനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ ചെവി തുറന്നിരിക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, നിങ്ങൾ ദ്രോഹം ചെയ്താൽ, ഞാൻ വായിക്കട്ടെ 8-ാമത്തെ വാക്യം, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു കളയും. എന്നാൽ നിങ്ങൾ, താഴോട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്കൊരു ശിക്ഷ അനുഭവിക്കാൻ യോഗ്യതയുണ്ട്, അല്ലേ? യോഗ്യതയുണ്ട്. മറ്റുള്ളവരുടെ ദൈവദാസന്മാരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, വിചാരിച്ചു ഒരിടത്തൊരു ദൈവദാസൻ എൻ്റെ മോളൊരു കുറ്റം കാണിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ 10 പേരുടെയൊക്കെ പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുന്ന, അടി അറിഞ്ഞോ നമ്മുടെ അന്നാമ്മയുടെ മോള് കാണിച്ച കേട്ടോ, അയ്യോ പ്രാർത്ഥിക്കാനായിട്ട് പറയാം. പ്രാർത്ഥിക്കാനായിട്ടല്ല പറഞ്ഞ്, പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, അവരെ കൂടെ അറിയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവസാനം ഒരു ദിവസം നിൻ്റെയും മകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നിൻ്റെയും കൊച്ചുമകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നിൻ്റെയും മരുമകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓർത്തോണം, നിനക്കത് അനുഭവിക്കാനുള്ള, ആ ശിക്ഷ അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി, കർത്താവെ, ഞങ്ങൾ അർഹിക്കാനോ, ഞങ്ങൾ ഈ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യതയാണ്. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇനി നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല.
നമ്മൾ തെറ്റ് ചെയ്തു, നമ്മുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തു, നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് മോചനം കിട്ടി. നമ്മൾ ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, വീണ്ടും ആവർത്തിക്കരുത് അല്ലേ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവ കഥ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ കൂടെ ഒരു മിഷണറി പോവുകയാണ്. അദ്ദേഹം കണ്ടു ഒരു പാമ്പ്. അദ്ദേഹത്തിനറിയാം ഈ പാമ്പ് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല, എപ്പോഴും അതിൻ്റെ ഇണ കാണും. അദ്ദേഹം ആ പാമ്പിനെ പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെച്ചു കഴിഞ്ഞും വെച്ചാൽ പിന്നെ വെടിയുണ്ടയില്ല, ഒറ്റ വെടിയേ ഉള്ളൂ. അദ്ദേഹം വിഷമിച്ച് എത്തിക്കണം, അത് വലിയ വിഷമുള്ള പാമ്പാണ്. അദ്ദേഹം നോക്കുകയാണ്, കാണുന്നില്ല. അപ്പോഴാണ് മുമ്പിലൊരു വലിയ കല്ല് കിടക്കുന്നു, കൊച്ചു വഴിയാണ്, വേറെ മാർഗമൊന്നുമില്ല. കല്ല് മാറ്റിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അതിൻ്റെ കീഴിലൊരു പാമ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇണയായ പാമ്പിനെ അതിന് മുമ്പായിട്ട് പോയി ആരോ കല്ല് വെച്ച് കൊന്നുകളഞ്ഞു, കല്ലിട്ട് കൊന്നുകളഞ്ഞു. നിൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ ശ്രീ യേശു ക്രിസ്തു നമുക്ക് മുമ്പായിട്ട് ഈ വഴിയെ പോയവൻ നമുക്ക് വേണ്ടി ആ പാമ്പിൻ്റെ തല തകർത്തതാണ് കേട്ടോ. അവൻ നമ്മുടെ ശിക്ഷ വഹിച്ചതാണ്. ഒരു കുറ്റത്തിന് ഒരാൾ മാത്രം ശിക്ഷ വഹിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വതന്ത്രനായി. ഹല്ലേലൂയ. ഞാൻ ബർബ്ബാസാണ്. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ്. 16-ാമത്തെ കാര്യം, 9-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളിൽ നിന്ന് ചിതറിപ്പോയവർ ആകാശത്തിൻ്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ഹല്ലേലൂയ. അനുസരിച്ച് നടന്നാൽ അനുഗ്രഹം ഉണ്ടെന്ന് നീ പറഞ്ഞു, അതുകൊണ്ട് ചെയ്യണം. വേദപുസ്തകത്തിനകത്തെ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ പറഞ്ഞിട്ട് പറയണം. മനുഷ്യർ മറന്നുപോകും. മന്ത്രിമാർ വാക്ക് മാറ്റി പറയും അല്ലേ. ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടുന്നില്ല, വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല, മന്ത്രി പോവുകയും ചെയ്തു. കാര്യങ്ങൾ മാറിയെന്ന് വരാം, പക്ഷേ എൻ്റെ ദൈവം അങ്ങനെയല്ല. എൻ്റെ ദൈവം വാക്ക് മാറുന്നില്ല. സങ്കീർത്തനം 15:4 സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ എൻ്റെ ദൈവം അവൻ വാക്ക് മാറുമോ? ഇല്ല. വാക്ക് പറഞ്ഞതിനോട് നീതി പുലർത്തുന്നവനാണ്. ഞാൻ അതിൻ്റെ കമൻട്രിക്കകത്ത് നോക്കി, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തറപ്പിച്ച് വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ സത്യം ചെയ്തിരുന്ന തറപ്പിച്ചിട്ട് സത്യം ചെയ്തെന്നല്ല അതിൻ്റെ മൂലഭാഷയിൽ. അതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെയാണ്: തറപ്പിച്ച് വാക്ക് പറഞ്ഞതിനോട് നീതി പുലർത്തുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നമ്മളും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. നമ്മുടെ ദൈവം അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. എനിക്കൊരു വാശിയുണ്ട്, വേദപുസ്തകത്തിൽ നിന്ന് കിട്ടിയ വാശിയാണ്. ഞാൻ ആരോടെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ ശ്രമിക്കും. സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കുവാൻ ശ്രമിക്കും. ഒക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിക്കും. ഞാൻ നേരത്തെ ആ കാര്യം ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ആരോടെങ്കിലും വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒക്കത്തില്ലെങ്കിൽ ചെന്ന് ക്ഷമ ചോദിച്ച് മാറണം. ബ്രദറെ, ഞാൻ പറഞ്ഞ് ഞാൻ 2 ലക്ഷം രൂപ തരാമെന്ന് കേട്ടോ, എന്നെക്കൊണ്ട് ഒക്കുന്നില്ല, ഞാൻ ആവുന്നു ശ്രമിച്ചു. ഹല്ലേലൂയ. നമ്മൾ വാക്ക് പറഞ്ഞതിനോട് നീതി പുലർത്തുന്നവരായിരിക്കണം. വാക്ക് പറഞ്ഞവരെ അനുസരിക്കുന്നവർക്ക് എത്ര അനുഗ്രഹം പറഞ്ഞിരിക്കുന്നു അറിയാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 25 അനുഗ്രഹം. ആർക്കാണ്? സ്വർഗസ്ഥനായ ദൈവം വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെയൊക്കെ പറയണം, ഇവിടെ കൈവച്ചിട്ട് പറയണം. ഞാൻ നിങ്ങൾ പറയുകയാണ് 25 അനുഗ്രഹം. ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ മെസ്സഞ്ചറിനകത്ത് അയച്ചു കൊടുത്തു, എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഫ്രെയിം ചെയ്ത് വെച്ചാട്ടെ, വീട്ടിനകത്ത് തൂക്കിയിട്ടാട്ടെ, എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണം? കർത്താവേ, നീ ഇത് പറഞ്ഞിരിക്കുന്ന ഈ 25 അനുഗ്രഹം എനിക്ക് തരണം, യേശുവിൻ്റെ നാമത്തിൽ തരണം. കാരണം നീ വാക്ക് പറഞ്ഞതാണ്. ഹല്ലേലൂയ. നിൻ്റെ വാക്ക് പോലെ നടക്കാമെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ വെളിയിൽ പോകുമ്പോൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞല്ലോ, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ നാൽക്കാലികളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ ബിസിനസ്സിനെ വാക്ക് പറയണം. വാക്ക് പറഞ്ഞെങ്കിൽ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുപോലെ നമ്മുടെ ദൈവം, അവൻ വാക്ക് പോസ്റ്റ് പറയത്തില്ല, അവൻ വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് 9-ാമത്തെ വാക്യത്തിനകത്ത്, ദൈവമേ, നിൻ്റെ വാക്ക് നീ ഓർക്കണമേ. ഹല്ലേലൂയ. മനുഷ്യർ വാക്ക് മാറിപ്പോഴും കേട്ടോ, എങ്കിലും നിൻ്റെ വാക്ക് മാറാത്തവനായ ദൈവമേ, എനിക്ക് കാര്യം സാധിച്ചു തരണേ. 17-ാമത്തെ കാര്യം 10-ാമത്തെ വാക്യം.
അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവുമല്ലോ. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. വീണ്ടെടുത്ത ഹല്ലേലൂയ. നാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമ്മൾ കുന്തിരിക്കം കൊടുത്തപ്പോഴല്ല, PG പരീക്ഷന് 1000 രൂപ കൊടുത്തപ്പോഴല്ല, മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അല്ല, പിന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഹല്ലേലൂയ. ഇവിടെ പറയാം, നീ കൊടുത്ത് ഒന്നുകൂടെ വായിക്കട്ടെ, പത്താമത്തെ വാക്യം. അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനങ്ങളുമല്ലയോ. മിസ്രൈമിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വന്നാണ് നമ്മൾ വന്നത്. ആട്ടുകൊറ്റൻ്റെ രക്തത്താലല്ല, കാളയുടെ രക്തത്താലുമല്ല. പിന്നെ എങ്ങനെയാണ് വന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഞാൻ അത്ഭുതങ്ങൾ കാണുന്ന മനുഷ്യനാണ്. എന്നും മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഒരു അത്ഭുതം കാണും. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കും, മറീഷിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചപ്പോൾ ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അനുഗ്രഹം, അത്ഭുതം ഒരു പാപിയുടെ മനസ്സാന്തരമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുത്താണ്. നമ്മളവൻ്റെ മണവാട്ടിയാണ്, നമ്മളവൻ്റെ സ്വത്താണ്. ഹല്ലേലൂയ. ഓർമ്മയിരിക്കട്ടെ, നമ്മൾ ആരാണ്? നമ്മൾ അവൻ്റെ സ്വത്താണ്. 18ാമത്തെ കാര്യം. ഹല്ലേലൂയ. 11ാമത്തെ വാക്യം. കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് ഈ കാര്യം സാധിച്ചു തരണമേ കർത്താവേ. നിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന 2 വിധത്തിലുണ്ട്. ഒന്ന് പേടി, ഒന്ന് ഭയം. പേടി, അയ്യോ, അത് വേറൊരു കാര്യം. എനിക്ക് ദൈവത്തെ പേടിയില്ല, ഉണ്ട്, പേടിയുമുണ്ട്, ഭയവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യാത്തത്. എന്താ? ഭയം. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പോയാൽ അല്ലേ, നമുക്ക് ഭയവും വേണം, പേടിയും വേണം. ഇവിടെ ഭയത്തെ പറ്റിയാണ്. നിൻ്റെ ഭയമുള്ളവർക്ക് ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളവനായിരിക്കും. ഭയമുള്ള, പേടിയുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നവരായിരിക്കും. അന്നും ഇന്നും അവൻ ഒരിക്കൽ അരുളി ചെയ്തു. വേദപുസ്തകം പറയുന്നു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. അതങ്ങനെ ഒരിക്കൽ പറഞ്ഞ 2 പ്രാവശ്യം കേൾക്കുന്നേ? ഞാൻ അറിയാം, അവൻ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു, വായിച്ചപ്പോൾ ഞാൻ കേട്ടു, പിന്നെ ഇന്ന് ഞാൻ ധ്യാനിക്കുമ്പോഴും കേട്ടു. പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ? ഹൃദയത്തിനകത്ത്. ഞാൻ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ, അല്ലേ, അത് നീ ചെയ്യരുത്, നീ വാക്ക് പറഞ്ഞല്ലേ, നീ ചെയ്യണം, അങ്ങനെയുള്ള ശബ്ദം. ദൈവം ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. പറഞ്ഞപ്പോൾ കേട്ടു, ഇപ്പോഴും കേട്ടു. പോരാ, നമ്മൾ എപ്പോഴും കേൾക്കണം. 19ാമത്തെ കാര്യം. ഇന്ന് കാര്യം സാധിച്ചു തരണം. കുറേ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പറയുന്നത്. അല്ലാതെ പറഞ്ഞു, കർത്താവേ, ഇന്ന് എൻ്റെ കാര്യം സാധിച്ചു തരണം. ഇല്ല, അവൻ എന്തൊക്കെ ചെയ്തു അതെല്ലാം ചെയ്തിട്ട് പറയണം, കർത്താവേ, എനിക്ക് ഇന്ന് വേണം. ഹല്ലേലൂയ. കുറേ നാൾ പ്രാർത്ഥിച്ചു, കുറേ നാൾ ഉപവസിച്ചു, അവന് മനസ്സിലായി കാണാം, ഇന്ന് ആ ദിവസമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. പക്ഷേ ആ സമയം കൊണ്ടുവരാനായിട്ട് നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് വരുമ്പം ഹല്ലേലൂയ. ഒരുക്ക ദിവസം കഴിഞ്ഞു, ദൈവം പ്രവർത്തിക്കുന്ന സമയം ഇന്നാണ്. നോ ദ ടൈമിങ്. ഹല്ലേലൂയ. പക്ഷെ അതിനുവേണ്ടി നീ ഒരുങ്ങണം, നീ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കരയണം, താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 20ാമത്തെ കാര്യം. 11ാമത്തെ വാക്യം. 20 കാര്യങ്ങളാണ് പറയാനുള്ളത്. 11ാമത്തെ വാക്യം. കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാണ്. രാജാവിൻ്റെ മുമ്പാകെ. ഹല്ലേലൂയ. അത്ഭുതം നടന്നു കേട്ടോ. കാര്യം സാധിച്ചു. രാജാവിൻ്റെ ഇങ്ങോട്ട് വരുമായിരുന്നു. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അങ്ങോട്ട് പറയുക, രാജാവ് ഇങ്ങോട്ട് പറയുമായിരുന്നു. രാജാവിൻ്റെ അയ്യോ, രാജാവ് എന്ന് പറഞ്ഞാൽ അവിടെ രാജാവൊന്നുമല്ല, അന്യദേശത്തെയാണ്. അതിൻ്റെ മുഴുവൻ ചെലവും ആ രാജാവ് കൊടുത്തെന്നു. ഹല്ലേലൂയ. നിൻ്റെ ആവശ്യം ചിലപ്പോൾ നിൻ്റെ ഗ്രാമത്തിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ പഞ്ചാബിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ലണ്ടനിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ വേറൊരു രാജ്യത്തു നിന്ന് കിട്ടും. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരിക്കൽ പൈസയ്ക്ക് വളരെ അത്യാവശ്യം, ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലാത്തൊരു കഥയാണ്, വളരെ പൈസയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന സമയം, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുവിശേഷ വേലക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ലില്ലിയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, 20-ാം തീയതിയായി ബാങ്കിൽ രൂപ ഇല്ല, 23-ാം തീയതി ആകുമ്പോൾ രൂപ അയക്കണം. ഇപ്പോൾ എളുപ്പമാണ്, ഇപ്പോൾ ബാങ്ക് ടു ബാങ്ക് 1 മണിക്കൂർ കൊണ്ട് കാര്യം സാധിക്കും. അന്ന് അങ്ങനെയല്ല. ഇവിടുന്ന് ബാങ്കിൽ പോകണം, ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, എന്നിട്ട് അയച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് 3-ോ 4-ാമത്തെ തീയതി ആകുമ്പോൾ കിട്ടത്തുള്ളൂ. കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നാണ് എനിക്കൊരു എഴുത്ത് വരുന്നത്. എവിടുന്ന്? മാൾട്ടായിൽ നിന്നൊരു എഴുത്താണ്.
പറഞ്ഞ് ഞാനൊരു വയസ്സനാണ്, എനിക്ക് വയസ്സ് 78 കഴിഞ്ഞു. ഞാനിവിടുത്തെ ഞാൻ ബ്രിട്ടീഷുകാരനാണ്. പക്ഷേ ഞാൻ മാൾട്ടായി വന്നിട്ട് ഇവിടെ എല്ലാം ഞാൻ ട്രാക്റ്റ് കൊടുക്കുക. കാരണം അവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരും. അവർക്കെല്ലാം ഞാൻ ട്രാക്റ്റ് കൊടുക്കുകയാണ്. ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എവിടുന്നാണെന്നറിയാൻ വയ്യ എനിക്ക് വന്ന ഒരു കെട്ട് ട്രാക്റ്റിനകത്ത് നിൻ്റെ 5-6 ട്രാക്റ്റ്, നീ എഴുതിയൊരു ട്രാക്റ്റ്, നിൻ്റെ സാക്ഷ്യ സഹിതമുള്ള ട്രാക്റ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു എൻ്റെ ബാങ്കിൽ കിടക്കുന്ന രൂപ അയച്ചു തരാൻ. അതുകൊണ്ട് എൻ്റെ ബാങ്കിൽ കിടക്കുന്ന 2 ലക്ഷം രൂപ അയച്ചു തരുന്നു. 2 ലക്ഷം രൂപ ഞാൻ ആളെ ഇന്നുവരെ കണ്ടിട്ടില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹം 2-3 പ്രാവശ്യം അയച്ചു തന്നു. ഒത്തിരി പ്രായമുള്ള ഒരു മനുഷ്യൻ വൈകുന്നേരം മാൾട്ടായി താമസിച്ചും വെച്ച് വൈകുന്നേരം ഇറങ്ങിപ്പോയിട്ട് ട്രാക്റ്റ് കൊടുക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തിനോട് നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്യദേശത്ത് നിന്നാണെങ്കിലും, അതുകൊണ്ട് ആരും അമേരിക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളുടെയൊക്കെ പറഞ്ഞു, നമ്മൾ ചില കല്യാണ മണ്ഡപത്തിലൊക്കെ ആഹാരം കഴിക്കാൻ പോവും, അവിടെ എല്ലാം പൈപ്പുകൾ വലുത് കാണും, 1, 2, 3, 4, 5, 6, 10, 30 പൈപ്പ് കാണും. അതിനകത്ത് ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്നായിരിക്കും നിനക്ക് വെള്ളം കിട്ടുന്നത്. ആ കിട്ടുന്നിടത്തുനിന്ന് ആ വെള്ളം എടുക്കാം. പക്ഷേ വെള്ളം തന്നത് മേളത്തെ ടാങ്കാണ്. ആ പൈപ്പിന് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അത്ഭുതം നടന്നു. എന്താണ് അവർക്ക് നടന്ന അത്ഭുതം? 52 ദിവസം കൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, അതിന് ചുറ്റും അവർ മതിൽ പണിതു. 52 ദിവസം കൊണ്ട്. ഒരിക്കലും നടക്കത്തില്ല. ഇന്നും വലിയ അത്ഭുതമായിട്ടാണ് അങ്ങനെ നടന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എങ്ങനെ 2 കാര്യം കൂടെ കേട്ടാട്ടെ. മതിലിന് വിടവില്ലാതെ പണിത് തീർത്തു. വിടവുണ്ടായില്ല, വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. വാതിലിന് ദ്വാരങ്ങളില്ലായിരുന്നു. വാതിലുകൾ തടി കൊണ്ടുള്ളതാണ് പടികൾ, അതിന് ദ്വാരങ്ങളില്ലായിരുന്നു. വെന്ത് പോയതൊക്കെ അവർ നേരെയാക്കിയെടുത്തു. നമുക്കും ചെയ്യാം. 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ലെറ്റ് us arise and build. നാം എഴുന്നേറ്റ് പണിയുക. ഇദ്ദേഹം മാത്രമല്ല പണിതത്, എല്ലാവരും പണിതു. നമുക്കും നമ്മുടെ കുടുംബജീവിതം പണിയാം, നമുക്കും നമ്മുടെ സഭയെ പണിയാം, നമുക്കും ദൈവവേലയെ പണിയാം, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ആത്മിക ജീവിതം നേരെയാക്കാം. നേരെയാണോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? അതോ ഓൺലൈനിലാണോ? പോകാൻ ഒക്കുമ്പോഴെന്തിനും ഓൺലൈനിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഭാര്യ ഭർത്താവ് ബന്ധം എങ്ങനെയുണ്ട്? മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെയുണ്ട്? ദശാംശം കണക്ക് നോക്കി കൊടുക്കുന്നുണ്ടോ? അത് കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും സഹായിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. എല്ലാ പാവപ്പെട്ടവർക്കും കൊടുക്കാൻ ഒക്കുമോ? ഏതെങ്കിലും ചെയ്യണം. ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ കാലത്ത് ചെയ്തു. നെഹമ്യാവിനെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ചെയ്തു. നെഹമ്യാവ് സ്വന്തം ജനത്തിന് വേണ്ടി ചെയ്തു. നമുക്കും ചെയ്യാം. നെഹമ്യാവിൻ്റെ രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. നമ്മുടെ രാജാവ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പടനായകന്മാരെ, കുതിരച്ചവരെ കൊടുത്തു. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അയ്യോ, അതിൻ്റെ മുഴുവൻ ചെലവും കൊടുത്തു. പടനായകന്മാരെ അയച്ചു കൊടുത്തു, കുതിരച്ചവരെ കൊടുത്തു, എഴുത്തും കൊടുത്തയച്ചു. ഹല്ലേലൂയ. ഏതാണ് നമ്മുടെ എഴുത്ത്? ഈ വേദപുസ്തകമാണ് നമുക്കുള്ള എഴുത്ത്. ഇതാണ് നമ്മുടെ അധികാരം. ഇതുമായിട്ട് നമുക്ക് പോകുവാനൊക്കും. കർത്താവ് നമ്മളെ സഹായിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കും എഴുന്നേക്കാം, പണിയാം. ഹല്ലേലൂയ. എന്താ നമ്മൾ പറഞ്ഞത്? നാം എഴുന്നേറ്റ് പണിയുക. നിങ്ങളുടെ കുടുംബജീവിതം ആരാണ് പണിയേണ്ടത്? അയലത്തുകാരനല്ല, നിങ്ങളുടെ പാസ്റ്ററല്ല, നിങ്ങളുടെ പട്ടക്കാരനുമല്ല, ഞാനുമല്ല, വേറെ ആരാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കെട്ടിടം നിങ്ങൾ പണിയണം. മതിൽ വിടവില്ലാതെ പണിയണം. നിങ്ങളുടെ വാതിലുകൾ പണിയണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ ഇന്നു മുതൽ പണിയും. എൻ്റെ കുടുംബജീവിതം പണിയും, എൻ്റെ ആത്മിക ജീവിതം പണിയും, എൻ്റെ ബിസിനസ് ഞാൻ പണിയും, എൻ്റെ സഭാകാര്യങ്ങൾ ഞാൻ പണിയും. തെറ്റുപറ്റിപ്പോയത് കർത്താവെ, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നതിൻ്റെ കൃപ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. നീ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറക്കണമേ കർത്താവെ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ സ്ഥലം സഭയെ അനുഗ്രഹിക്കണമേ. എൻ്റെ സഭ ഹോൾസ് വലിയ സമുദായത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ തരണം. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയെടുക്കണം. നെഹമ്യാവിൻ്റെ ദൈവമേ, ഈ 20 കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളെ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. 20 കാര്യവും നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറട്ടെ. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എങ്ങനെയാണോ നെഹമ്യാവ് 52 ദിവസം കൊണ്ട്
ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇന്ന് മുതൽ 52 ദിവസത്തിനകത്ത് അവർക്കൊരനുഗ്രഹം കിട്ടട്ടെ. ആരൊക്കെയാണോ അങ്ങനെ നിയമമൊന്നുമില്ല, ഞാനങ്ങ് പറയുകയാണ് കർത്താവ്. യേശുവെ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് സംഭവിക്കട്ടെ. നെഹമ്യാവ് പ്രാർത്ഥിച്ചു, ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അത്ഭുതം നടക്കണമേ കർത്താവേ. അവരുടെ മക്കളുടെ വിവാഹം നടക്കണമേ കർത്താവേ. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമേ കർത്താവേ. അവരുടെ വീടിൻ്റെ നിലയ്ക്ക് മാറണമേ കർത്താവേ. അവരുടെ സഭയിൽ ഉണർവ് കൊടുക്കണമേ കർത്താവേ. 52 ദിവസത്തിനകത്ത് ഒരത്ഭുതം നടക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം ഒരു അത്ഭുതം ചെയ്ത് കഴിയുമ്പോൾ 52 ദിവസം എണ്ണി വെച്ചിട്ട് എനിക്ക് മറുപടി അയക്കുമോ? ഒരത്ഭുതം നടന്നിരിക്കട്ടെ. ആമേൻ.